ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മത്ശ്രീ ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ശ്രീ ഗുരുപവനപുരപതയേ നമഃ. നീലാഭ്രാഭം സ്വർണഭൂഷാഭിരാമം ചക്രാക്ഷാഭ്യാം ശംഖകൗമോദകീഭ്യാം ശ്രീഭൂമിഭ്യാം അർച്ചിതം യോഗനിഷ്ഠം വന്ദേ രാമം പൂരുഷം പൂർണ്ണരൂപം. ശ്രീരാമചന്ദ്രായ പരസ്മൈ ബ്രഹ്മണേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമഃ. ഭഗവതി പരദേവതേ പ്രസീദ ത്രിപുരഹര പ്രിയവല്ലഭേ. ഭവാനി അശരണം അതിദീനമാനസം മാം സകൃദവലോകയ ശീതളൈരപങ്കൈഃ. ശ്രീമഹാദേവ്യൈ നമഃ. അംബാ പ്രസീദ പ്രസീദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ശ്രീശുക ഉവാച. ഭഗവാനപി താരാത്രീഃ ശരദോത്ഫുല്ലമല്ലികാഃ വീക്ഷ്യരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിതഃ. തദോഡുരാജഃ കകുഭഃ കരൈർമുഖം പ്രാച്യാവിലിംബൻ അരുണേന ശാന്തമൈഃ. സചർഷണീനാം ഉദഗാച്ഛുചോ മൃജന്നെ പ്രിയപ്രിയായ ഇവ ദീർഘദർശനഃ. സ്വസ്ത്യസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ ഈ 9ാമത്തേതിലും പങ്കുകൊള്ളാൻ ഭഗവാൻ അനുഗ്രഹം തന്നു. ഈ കൂട്ടത്തിൽ ആയിരക്കണക്കായിട്ടുള്ളതായ ഭക്തന്മാരുടെ ഒപ്പം അതേമാതിരി അവരെ സേവിക്കുന്നതായ ദാസന്മാരോടൊപ്പം പങ്കുകൊണ്ട് കുറച്ചു നേരം ഭഗവാന്റെ ലീലകൾ ശ്രീമദ് ഭാഗവതാമൃതയിലെ ഒരു ഭാഗം നിങ്ങളെല്ലാവരുമായി പങ്കുവച്ച് ഇവിടെ അനുഭവിക്കാനുള്ളതായ മഹാഭാഗ്യം തന്നിട്ടുള്ളതായ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ കോടാനുകോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതിനെ ഒരുക്കി തന്നതായ ഭാരവാഹികൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഇവിടെ എത്തിയിട്ടുള്ളതായിരിക്കുന്ന സന്നിഹിതരായിരിക്കുന്ന ഭക്തന്മാർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ രാസലീല എന്നുള്ളതായ വിഷയം അവതരിപ്പിക്കാനായി പുറപ്പെടുകയാണ്.
ഭഗവാൻ രാസലീലയ്ക്ക് ഒരുങ്ങണതായ കാര്യമെടുത്ത് പറയണു. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് നോക്കി തപസ് ചെയ്ത് ദേവിയുടെ അടുക്കുന്ന തൃപ്തിപ്പെടുത്തി വരവും വാങ്ങി വന്നിട്ടുള്ളതായിരിക്കുന്ന ഗോപികമാരെ അനുഗ്രഹിക്കാനായി ഭഗവാൻ തയ്യാറായിട്ടുള്ളതായ രാസലീല. എത്രയെത്ര മഹത്വം അതിനുണ്ടെന്ന് പറഞ്ഞ് തീരില്ല. ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണം നമുക്ക്, അതിനുവേണ്ടി എങ്ങനെ പ്രയത്നിക്കണം? ഈ വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമത്തിൽ മാത്രം താമസിച്ച് കഴിച്ചു കൂട്ടുന്നതായ ഈ ഗോപികമാര് നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. സർവേശ്വരൻ പ്രസാദിക്കാൻ, ആ പരബ്രഹ്മസ്വരൂപിയെ സേവിക്കാൻ, മനസ്സിലെടുത്ത വാരി വാരി ആനന്ദം അനുഭവിക്കാൻ തന്നെ വഴിയൊരുക്കി തരണോ ഈ ഗോപികൾ. വിദ്യാഭ്യാസമില്ലാത്ത, അതേമാതിരി പട്ടണവാസികളല്ലാത്ത, ഗ്രാമത്തിൽ എവിടെയോ ഒരു മൂലയിൽ പശുക്കളെ മേയിച്ച് നടക്കുന്നതായ കൂട്ടം, അവിടെ നിന്ന് പശുവിനെ കടന്ന് പാലും തൈരും വെണ്ണയും അടുത്തുള്ളതായ മധുരാപട്ടണത്തിൽ കൊണ്ടുപോയി വിനിയോഗം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതായ വരുമാനത്തിൽ ഉപജീവനം കഴിക്കുന്നതായ ആ ഭാഗ്യവതികളായിട്ടുള്ളതായ ഭക്തകൾ. നാരദഭക്തി സൂത്രത്തിൽ നാരദ മഹർഷി പ്രത്യേകം എടുത്ത് പറഞ്ഞു, യഥാ വ്രജഗോപീനാം എന്ന് പറയുകയാണ്. ഭക്തിക്ക് തന്നെ അടയാളം പറയണു. ഏറ്റവും ഭക്തി വ്രജഗോപികൾക്കാണ് എന്ന് പറഞ്ഞ് അതിൽ ഒരു തത്വം കൂടി പറഞ്ഞ് നമ്മൾ കഥയിലേക്ക് പുറപ്പെടാമെന്ന് ആലോചിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഭാഗം ശങ്കരാചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അങ്കോലം നിജബീജ സന്തതിം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നു. എത്രത്തോളം ഭക്തി ഭഗവാന്റെ അടുക്ക മനസ്സിനെ അർപ്പിക്കാൻ സാധിക്കണോ അതിനാണല്ലോ ഭക്തി എന്ന് പറയുക. അത് ഇടയ്ക്കിടയ്ക്കോ കുറേശ്ശെയോ ഇല്ലെങ്കിൽ ഇടവിട്ടോ ഇങ്ങനെയെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും ഒടുവിൽ പറയണു സിന്ധു സരിദ്വല്ലഭം എന്ന് പറയുകയാണ്. നദി എങ്ങനെയാണ് സമുദ്രത്തിലേക്ക് ഒഴുകി ചെല്ലണത്, അതുമാതിരിയുള്ളതായ ഭക്തി ഏറ്റവും ഉത്തമമായിട്ട് പറയണു. എന്താ ഈ നദി ഒഴുകി ചെല്ലുന്നതിന് ഇത്ര വലിയൊരു പ്രാധാന്യം? എത്രയെല്ലാം അതിൻ്റെ ഇടയിൽ അണക്കെട്ടുണ്ടെങ്കിലും ആ സമുദ്രത്തിലേക്ക് തന്നെ ഒഴുകി ചെല്ലുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഈ കാമുകി പോവുകയാണ്, നദിയാകുന്നതായ കാമുകി. അതേമാതിരി ഇവിടെ ഗോപസ്ത്രീകൾ, ചെറിയ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അവരെക്കാൾ വലുതായിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാം തന്നെ എങ്ങനെ ഭഗവാന്റെ അടുക്കലുള്ളതായ ആ ബന്ധം അത്രത്തോളം അവര് നന്ദഗോകുലത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായ, ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ, താമസിക്കുന്നതായ കാലത്ത് നന്ദഗോകുലക്ക് യശോദാമ്മയ്ക്ക് ഉണ്ണി ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതായ കണ്ണൻ വളർന്നു വരുന്ന ഓരോരോ നിലയ്ക്കും ഓരോരോ ഭാഗമായി കൈ വളരുവോ കാല് വളരുവോ നോക്കി അവിടെ നിന്ന് വളർന്ന് നപ്പിച്ച വെച്ച് നടക്കല്, കൊഞ്ചലായി പറയുന്നതായ വാക്കുകൾ ഇങ്ങനെ അനുഭവിച്ചു വന്ന് പൗഗണ്ഡ ദശ കഴിഞ്ഞ് കൈശോര ദശയിലേക്ക് കടക്കുന്നതായ ബാലഗോപാലൻ, അവിടെയാണ് രാസലീലയ്ക്ക് നമുക്ക് കാണുന്നതായ ആ കണ്ണനെ വരണത്. അതുവരെ കൂടെ തന്നെ നിന്ന് ഭഗവാന്റെ സകല ലീലകളും ആ വിനോദങ്ങളായി ആനന്ദം അനുഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ അനുഭവിക്കണമെന്ന് തോന്നിയാൽ അതിലെന്തെങ്കിലും അത്ഭുതമുണ്ടോ? മുമ്പ് ആചാര്യന്മാർ പറഞ്ഞതുമാതിരി ഇവിടെ കൈശോര വേഷത്തിലേക്ക്, അതായത് 10-11 വയസ്സിലേക്ക് 12 വയസ്സിലേക്ക് ആവുന്നതായ കണ്ണനാണെങ്കിൽ ഗോപസ്ത്രീകൾ ഏതെല്ലാം തരത്തിലുള്ളതായിരിക്കുന്ന വയസ്സിൽ നിന്ന് കുട്ടിക്കാലം മുതൽ മുതിർന്ന് കൂടുതലായിട്ടുള്ളവർ വരെയുള്ളതായ ഗോപികളാണ് ഭഗവാനെ അനുഭവിക്കണമെന്ന് പറയണത്. പിന്നാലും ശ്രീ ശുകബ്രഹ്മർഷി തന്നെ ചോദിക്കണ ചോദ്യത്തിലുണ്ട്, സർവേശ്വരനെ ബ്രഹ്മസ്വരൂപമായി ധ്യാനിച്ച് ആനന്ദം അനുഭവിക്കാനായി അങ്ങനെ വട്ടം കൂട്ടിയിട്ടുള്ളതായ മഹർഷിമാരൊക്കെ ഇരിക്കുന്നതായ സമയത്ത് ഈ ഗോപികളുടെ ഭക്തിക്ക് ഇത്ര വലിയ പ്രാധാന്യം, അവരെ എങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കാൻ തീർച്ചയാക്കിയെന്ന് വരെയുള്ളതായ ഒരു ചോദ്യം നമുക്ക് ആ കഥ കുറെ കൂടി എത്തിയിട്ട് അങ്ങോട്ട് നോക്കാം. ദേവിയെ ആശ്രയിച്ചു. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജ കുമാരികാഹ ചേതുർഹവിഷ്യം പുഞ്ചാനാഹ കാത്യായന്യർച്ചനവ്രതം. ഭഗവാനെ ലഭിക്കണം നമുക്കായിട്ട്, ഓരോരുത്തർക്കായിട്ട്
പതിമേ കുരുതേ നമഃ. ആ പ്രഭു എൻ്റെ പതിയായി ഭവിക്കണം, എൻ്റെ ഭർത്താവായി, എൻ്റെ നാഥനായി ഭവിക്കണം. നമുക്കെല്ലാം തന്നെ ചോദിക്കാനുള്ളത്, കണ്ണാ അവിടെ നിന്ന് ഞങ്ങളുടെ നാഥനായിട്ട് വരണേ എന്ന് ചോദിക്കാൻ. ആ ഗോപസ്ത്രീകൾ ചോദിക്കുമ്പോൾ അവർ സ്ത്രീകളായി, ഭഗവാൻ പുരുഷനായി. എന്നിട്ടും അവർ പ്രാർത്ഥിച്ചു. അമ്മയുടെ അടുക്കൽ നല്ല തണുപ്പുള്ളതായിരിക്കുന്ന ധനുമാസത്തില് മരം കോച്ചണ തണുപ്പ്, സമുദ്രത്തിലെ യമുനാ നദിയില് വിരല് വെച്ചാൽ മുറിയണ മാതിരി ഉള്ളതായ തണുപ്പുള്ളതായ വെള്ളത്തില് ചാടി അമ്മയെ പൂജിച്ച് നിവേദ്യാദികൾ അനുഭവിച്ച് അങ്ങനെ മനസ്സോടുകൂടി സേവിച്ച് കിട്ടിയിട്ടുള്ളതായ അനുഗ്രഹം ഭഗവാൻ അനുഗ്രഹിക്കാൻ തീർച്ചയാക്കി. ഭഗവാന പിതാരാത്രി എങ്ങനെ അനുഗ്രഹിക്കും? അവർ ചോദിച്ചത് കൊടുക്കണ്ടേ? അന്ന് വാക്ക് കൊടുത്തതല്ലേ? ദേവിയുടെ സാന്നിധ്യത്തിൽ കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന ആ വാക്ക് അതനുഭവിക്കാൻ തീർച്ചയാക്കി. യമുനാ നദീ തീരം നല്ല ശരൽക്കാലം, വർഷക്കാലം എല്ലാം കഴിഞ്ഞ് ആകാശം തെളിഞ്ഞ് ധാരാളം നക്ഷത്രങ്ങൾ അവിടെ ഉള്ളതായ പുഷ്പങ്ങളായിട്ടും ഫലങ്ങളായിട്ടും ആ നദീപുലിനം മുഴുവൻ ധാരാളം സുഗന്ധമായിട്ടുള്ളതായ കാറ്റും എല്ലാം കൂടി ഉള്ളതായിരിക്കുന്ന സമയം അനുഗ്രഹിക്കാൻ തീർച്ചയാക്കി. അവിടെ നിന്ന് അനുഗ്രഹിക്കാമെന്ന് വന്നാൽ ബാക്കി എന്തെല്ലാം ഉണ്ടാവണം? തൃക്കൈയിൽ വേണു കൊടുത്തു, വേണുഗാനം തുടങ്ങി. തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട്, ഭക്തകളെ അനുഗ്രഹിക്കാൻ. ഇവരാണെങ്കിൽ കാത്തുകൊണ്ടിരിക്കുന്നത് അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഭഗവാൻ നമുക്ക് എന്നാണ് അതിനുള്ളതായ ആ മഹാഭാഗ്യം തരിക എന്ന് കാത്തുകൊണ്ടിരിക്കുന്നവര്. അവരുടെ കൂടെയിട്ടുള്ളതായിരിക്കുന്ന ഗോപന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളതായ ബന്ധുജനങ്ങൾക്കോ നന്ദഗോപർക്കോ എല്ലാം പല പല തരത്തില് ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചു കൊടുത്തിരിക്കണു. ഇവർക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഉള്ളെന്നുള്ളതായ മനസ്സിലുള്ളതായ വിഷമത ഒരു ഭാഗം, അനുഭവിക്കണം എന്നുള്ളതായ ആഗ്രഹം ഒരു ഭാഗത്ത്. അങ്ങനെ ദേവിയുടെ അടുക്കൽ സേവിച്ചു വരം കിട്ടിയിട്ടുള്ളതായിരിക്കുന്ന ഭാഗ്യവതികളെ ഈ ഗോപകുമാരികള് ഭഗവാന്റെ വേണുഗാനം തുടങ്ങി. ഏത് സമയത്ത് ഇവർ കാത്തുകൊണ്ടിരിക്കുകയോ എന്ന് വേണുഗാനം ഉണ്ടാവുമെന്ന അറിയില്ല. ആ വേണുഗാനം തുടങ്ങി ചെവിയിൽ വീഴണം താമസം. അവരവിടത്തേക്ക് ചെല്ലാനായി പുറപ്പെട്ടു യമുനാ പുൽനത്തിലേക്ക്. സമയം ഏത് സമയം? രാത്രി. ഭഗവാന പിതാ രാത്രി, രാത്രിയായിട്ടുണ്ട്. അവരെല്ലാം തയ്യാറായിരുന്നോ? ഇല്ല. ശ്രീശുക ബ്രഹ്മർഷി കഥ പറയണതായ സമയത്ത് എന്തെല്ലാം തരത്തിലുള്ളതായ പ്രവൃത്തിയിൽ അവര് നിരുക്തരായിരുന്നു. ചിലര് പയ്യനെ കറക്കലായിരിക്കും, വേറെ ചിലർ കുട്ടികളെ ഭക്ഷണം കൊടുക്കലായിരിക്കും, വേറെ ചിലരുടെ അടുപ്പിൽ പാല് കാച്ചലായിരിക്കും, ചിലർ അലങ്കാരങ്ങൾ ചെയ്യണത്, ഭർത്തൃ ശുശ്രൂഷ, കുട്ടികളെ പരിപാലിക്കൽ, ഇങ്ങനെ പല പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കണു. അപ്പോഴാണ് വേണുഗാനം കേട്ടത്. ദാ ആജ്ഞയായിരിക്കണു, ഭഗവാൻ അനുഗ്രഹിക്കാനായി വിളിക്കണു. അവരങ്ങോട്ട് പുറപ്പെട്ടു. പുറപ്പെടാൻ എങ്ങനെ? ഒന്നുമില്ല, തയ്യാറില്ല. എപ്പോഴും തയ്യാറാണ്. കണ്ണം വിളിച്ചു കഴിഞ്ഞാൽ പോവാനായിട്ട് തയ്യാറായിട്ടുള്ളതിന് വേറെ എന്തെങ്കിലും അലങ്കാരം ചെയ്തിട്ടുള്ളത്, ഒരു ചെവിയിൽ മാത്രം കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ളവര്, ഒരു കയ്യിൽ മാത്രം വളയണിഞ്ഞിട്ടുള്ളവര്, തൊട്ടില്ല, കണ്ണാടി നോക്കാൻ പുറപ്പെടുന്നവര്, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുണ്ടോ അതൊന്നുമില്ല. കൃഷ്ണദർശനലാലസാഹ, ഭഗവാനെ കാണണം എന്നുള്ളതായ ആഗ്രഹം അവിടെ നിന്ന് വിളിച്ചിട്ടുള്ളതായിരിക്കുന്ന ആ വേണുഗാനത്തിൻ്റെ ആ വിളി, ഇതോട് കൂടിയിട്ട് അവരങ്ങോട്ട് പുറപ്പെടുന്നു. ഇതൊന്നും ഒരു തടസ്സമോ എന്തെങ്കിലും താമസമുണ്ടാക്കാനായിട്ട് ഒന്നുമില്ല. കൃഷ്ണഗൃഹീത മാനസാഹ, ഭഗവാന്റെ അടുക്കൽ തൻ്റെ മനസ്സിനെ കൊടുത്തിരിക്കണോ. പിന്നെ ശരീരത്തിനെ പറ്റി ഓർമ്മ എങ്ങനെയാ ഉണ്ടാവുക? ആലോചന ഉണ്ടായില്ല എന്ന് പറയുക. അവരെ എല്ലാമേ മറന്ന് ആ കൂട്ടത്തിലേക്ക് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അടുത്തുള്ള കൂട്ടര്, സുഹൃത്തുക്കള്, രാത്രിയാണെന്നുള്ള ചിന്ത, പേടി, ഇതൊന്നുമില്ല. മനസ്സിൽ ഒന്നു മാത്രമേ ഉള്ളൂ. ആ കണ്ണൻ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും അതിലുള്ളതായ ബാധകൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. നേരെ അവിടെ എത്തിയിരിക്കണു. എല്ലാവരും അവിടെ ചെല്ലണോ അറിയില്ല. കൂടെ വന്നിട്ടുള്ളവര് കൂട്ടുകാരിയെ വിളിക്കണം എന്നുള്ളതായ ചിന്ത, ഇതൊന്നും തന്നെ ഇല്ലാതെ അവരെല്ലാവരും പോവുകയാണ്. എന്തെങ്കിലും അലങ്കാരം പകുതിയാക്കിയിട്ട്, ഭർത്തൃ ശുശ്രൂഷ പകുതിയാക്കിയിട്ട്,
അതൊന്നും ചിന്ത വന്നില്ലല്ലോ. ആലോചന എപ്പോഴാണ് വരിക? നമ്മുടെ മനസ്സ് മറ്റു ബാഹ്യകാര്യങ്ങളിൽ വ്യാപൃതമായിരുന്നാലല്ലേ ഈ ചിന്തകളെ പറ്റി വരുള്ളൂ. അതൊന്നും ഉണ്ടായില്ല. ഭഗവാന്റെ വേണുഗാനം ചെവി അങ്ങോട്ട് എത്തി, ഒപ്പം മനസ്സും അങ്ങോട്ട് പോയി. ഈ ശരീരം അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതായ ഒരൊറ്റ കൃത്യം മാത്രമേ ഉള്ളൂ. കാലുകൊണ്ട് എണീറ്റ് അങ്ങോട്ട് നടക്കണു. വഴിയോ അതും കാലവിടെ എത്തിച്ചോളും. ഭഗവാന്റെ വേണുഗാനം അങ്ങോട്ട് എത്തിക്കും. ആ വഴിക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴും ചിലരെ തടഞ്ഞു അത്രേ, പുറത്തു പോവാൻ സാധിക്കാതെ. ഇവരുടെ ഭർത്താവോ സഹോദരന്മാരോ മറ്റുള്ളതായിരിക്കുന്നവർ, വീട്ടിലുള്ളവരെ രാത്രിക്ക് എവിടെ പോണു ഈ ഗോപി അല്ലെങ്കിൽ തൻ്റെ പത്നി സഹോദരി പോണു എന്ന് പറഞ്ഞ് തടയാൻ നോക്കി. തടഞ്ഞതൊന്നും അവിടെ മനസ്സിൽ വന്നില്ല. നേരെ പോയി ആദ്യം ഭക്തിയുടെ യോഗ്യത പറഞ്ഞതുമാതിരി സിന്ധു സരിദ്വല്ലഭം, എത്ര കണ്ടും തടഞ്ഞാലും നദി അതേമാതിരി സമുദ്രത്തിലേക്ക് ഒഴുകുവോ അതേമാതിരി പോവാനായിട്ട് ഇവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചിലർ ആ ഭാഗ്യമില്ലാത്തവരെന്ന് പറഞ്ഞുകൂടാ, ഭാഗ്യമുള്ളവരെന്ന് തന്നെയാണ് പറയേണ്ടത്. ആ ഗോപികൾക്ക് പുറത്തു പോലും പോവാൻ സാധിച്ചില്ല അത്രേ. മുറിയിൽ വെച്ച് പൂട്ടി അകത്ത് വെച്ച് അവിടെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അവർ ഭഗവാനെ ധ്യാനിച്ച് തൻ്റെ ജീവൻ ത്യജിച്ചു എന്ന് വരെ പറയുകയാണ്. ഭാഗ്യവതിയായിട്ടുള്ളതായ അവർ അവിടെ ചെന്നോ ഇല്ലല്ലോ. ഇവിടെയാണ് ശ്രീശുക ബ്രഹ്മർഷിക്ക് സംശയം. ഇവര് ഭഗവാനെ ബ്രഹ്മസ്വരൂപമായിട്ടാണോ ധ്യാനിച്ചത്? അവർ ഭഗവാന്റെ ആ ദിവ്യരൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യധാമമായിട്ടുള്ളതായ ആ കണ്ണൻ്റെ രൂപത്തിൽ ഭ്രമിച്ചല്ലേ വന്നത്? കുട്ടിക്കാലം മുതൽ വന്ന ആ ബാലലീലയും കണ്ട് ആ ഓരോരോ ശബ്ദവും കുറേശ്ശെ പറയുന്നതായ വാക്കുകളും അതിൻ്റെ മാധുര്യവും അനുഭവിച്ച് നുണഞ്ഞ് അത് അനുഭവിക്കാൻ സാധിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളവർ പശുക്കളെ മേച്ചു പോകുന്നതായ കണ്ണനെ വൈകുന്നേരം വരുന്നത് വരെ കാത്തിരുന്ന് നോക്കിയിട്ടുള്ളതായിരിക്കുന്ന ആ ഭാഗ്യവതികളായ ഗോപകുമാരികൾ. ശ്രീശുഖബ്രഹ്മർഷിയുടെ സംശയന്യായല്ലേ ഇത്രയെല്ലാം? ഭഗവാന്റെ അടുക്കലെത്താൻ ബ്രഹ്മസ്വരൂപത്തിനെ ധ്യാനിക്കാൻ എത്രയെല്ലാം പാടുപെടണം. ഇവിടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ മുഴുകിയിട്ടുള്ളതായ ഈ ഗോപികമാർക്ക് ഇതെങ്ങനെ സാധിക്കും? അവരെ എങ്ങനെ സാധിച്ചു ചോദിക്കുന്നതിന് പറയുകയാണ്. ശ്രീശുഖബ്രഹ്മർഷി ഓർമ്മിപ്പിച്ചു, മഹാരാജാവ് കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ച് തന്നുവല്ലോ, പ്രഹ്ലാദസ്വാമിയുടെ ചരിത്രം പറയുന്നതായ ദിക്കില് ഭഗവാനെ എങ്ങനെ ചെയ്യണം, ധ്യാനിക്കണം? ഏത് തരത്തിലായാലും ഏനകേനാപി പ്രകാരേണ മനഃ കൃഷ്ണനിവേശയത്, ഭഗവാന്റെ അടുക്കൽ മനസ്സർപ്പിക്കുന്നത് ഏത് തരത്തിലായാലും വിരോധമില്ല. ഗോപ്യകാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദയോ നൃപ. ദ്വേഷാത് ചൈദ്യൻ ശിശുപാലനെ അവിടെ സംഹരിച്ചപ്പോൾ, ചക്രായുധം കൊണ്ട് സംഹരിച്ചപ്പോൾ രാജസൂയ യാഗത്തിൽ ആ തേജസ് ഭഗവാന്റെ അടുക്ക എത്തിയ സമയത്ത് തന്നെ പരീക്ഷിത് മഹാരാജാവിന് കഥ പറയുമ്പോൾ പറഞ്ഞിരിക്കണു, ദ്വേഷബുദ്ധിയായിട്ടാണ് ചൈദ്യൻ സേവിച്ചത്. ആ പദം അദ്ദേഹത്തിന് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഭഗവാന്റെ അടുക്ക സ്നേഹിച്ചു കൊണ്ടുള്ളതായിരിക്കുന്ന ഈ ഗോപികമാർക്ക് ആ ബ്രഹ്മാനന്ദം കൊടുക്കണമെന്നുള്ളതിൽ എന്താ അത്ഭുതം എന്ന് ചോദിച്ചു. പരീക്ഷിത്ത് ഉറച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തനിക്ക് പറ്റിയിട്ടുള്ളതായിരിക്കുന്ന അമളി, ധ്യാനത്തിൽ ഇരുന്നതായ മഹർഷിയുടെ അടുക്കൽ അദ്ദേഹം തന്നെ ബഹുമാനിച്ചില്ല, തൻ്റെ വിശപ്പ് അറിഞ്ഞു തന്നില്ല, ദാഹം തീർക്കാനായി തീർത്ഥം തന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ദ്വേഷബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി മൃതമായ സർപ്പത്തെ കഴുത്തിലിട്ട് ആ കുറ്റബോധമുണ്ട്. ഇവിടെ പറയണു, ഈ സ്ത്രീകൾക്ക് അവർ ധ്യാനിച്ചു എന്നോ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇല്ല, ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ആ ഭഗവത് ചിന്ത മാത്രം. ഭർത്താക്കന്മാർ തടയട്ടെ, കൂടെയുള്ളവർ തടയട്ടെ അവിടെ എത്തിച്ചേരാനായിട്ട്. തീരെ തടഞ്ഞവർക്ക് ഭഗവാൻ തന്നെ അവിടെ മോക്ഷം കൊടുത്തു എന്ന് അവിടെ വർണ്ണിക്കുകയാണ്. അവിടെ നിന്ന് പുറപ്പെടുന്നു. അവിടെ ചെന്ന് നോക്കണതായ സമയത്തുള്ളതായിരിക്കുന്ന വിശേഷങ്ങൾ ഭഗവാനെ അവിടെ കാണുകയാണ്. എന്തൊരാനന്ദമാണ്! കൊതിച്ച് അവിടെ എത്തിയപ്പോൾ ആ നീലമേഘശ്യാമളമായിട്ടുള്ളതായിരിക്കുന്ന ആ രൂപം, പീലി തിരുമുടി, തൃക്കൈയിലുള്ളതായ വേണു, മഞ്ഞ പട്ട്, 4 ഭാഗത്തുള്ളതായ ആ വിശേഷങ്ങൾ, താമരയതൾ മാതിരിയുള്ളതായ തൃക്കണ്ണ്, അതിലിങ്ങനെ ലയിച്ചവിടെ എത്തി ഭഗവാൻ നോക്കി. ഭാഗ്യവതികൾ, അവർക്കല്ലേ കൊടുക്കേണ്ടത്. മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുക്കണതായ ഭാഗം തന്നെത്താനെ മറന്നതിൽ ലയിക്കുകയാണ്.
അമ്പാടി കണ്ണൻ്റെ അടുത്തെത്തി നമുക്ക് ആ ദർശിക്കാനുള്ളതായ മഹാഭാഗ്യം ഏത് നിമിഷത്തിൽ കിട്ടിയോ ബാക്കി എന്തെങ്കിലും ചിന്തിക്കേണ്ടായോ? കൂടെ ആരുണ്ട്, മറ്റുള്ളവരുണ്ട് എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ളതായ ആ ചിന്തകൾ പോണില്ല. മനസ്സവിടത്തേക്ക് കൃഷ്ണ ദർശന ലാലസാഹ, ആ ഭഗവാനെ കണ്ട ആനന്ദത്തിൽ അവിടെ എത്തിയിട്ടുള്ളതായ കൂട്ടര് ഭഗവാൻ കണ്ടു ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിച്ച് സ്ഥൂണാഖനന ന്യായം എന്ന് ഒന്ന് പറയാറുണ്ട്. സാധാരണ ഒരു തൂണ് കുഴിച്ചിടാൻ നോക്കണതായ സമയത്ത് കുഴിച്ച് തൂണിന് ഇടും അത്ര. അത് ഇട്ട് കഴിഞ്ഞ് കല്ലും മണ്ണും ഒക്കെ ഇട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറച്ചോ നോക്കി ഒന്നുകൂടി ഇളക്കി നോക്കും. അതുമാതിരി ഭഗവാന്റെ അടുക്കലുള്ളതായിരിക്കുന്ന ആ ബന്ധം അല്ലെങ്കിൽ ഭക്തി എന്ത് പേരെങ്കിലും ആവട്ടെ, അത് ഉറച്ചിട്ടുണ്ടോ എന്ന് ഭഗവാന് നോക്കണ്ടേ? അതിന് അവിടുന്ന് ഒരു പരീക്ഷ ഉണ്ടായത്രേ. ഇവരുടെ അടുക്ക പറയുകയാണ്, സ്വാഗതം വോ മഹാഭാഗാഹ, നിങ്ങൾക്ക് വരൂ, എല്ലാവർക്കും സ്വാഗതം, വന്നത് നന്നായി. ഇതെന്താ ഈ രാത്രി സമയത്ത് നിങ്ങളെല്ലാവരും സ്ത്രീകളിങ്ങനെ വരാൻ? രാത്രി സമയത്ത് വരും, അതും നദീപുൽനം, നദീതീരാണ്. ഇവിടെ പലരും രാത്രിക്ക് ഇങ്ങനെ ഏകത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ആപത്ത് വന്നാൽ മൃഗങ്ങളുണ്ടാവും, വേറെ ഏതെങ്കിലും തടസ്സങ്ങളുണ്ടാവും. അതുകൊണ്ട് ഏതായാലും വന്നില്ലേ? വരുന്നു. എന്തിനാ വന്നത്? അവിടെ എല്ലാം ക്ഷേമം തന്നെയല്ലേ? നന്ദഗോകുലത്തിൽ എന്തെങ്കിലും വിശേഷമുണ്ടോ? ആപത്തുകൾ ഒന്നുമില്ലല്ലോ. ഓ, എന്നെ കാണാൻ വന്നതോ? സന്തോഷമായി. എന്നെ വന്ന് കണ്ടില്ലേ ഈ രൂപം? നിങ്ങളൊക്കെ എല്ലാവരും കൂടി വന്നു, വലിയ സന്തോഷമായി. എന്നാൽ ഇനി തിരിച്ചു പോവുക, നീ ഇവിടെ നിൽക്കണ്ട, രാത്രിയാണ്. രാത്രി സമയത്ത് ഇവിടെ ഉണ്ടായാൽ എങ്ങനെയാ? ഈ നദിയുടെ ഭംഗിയോ അല്ലെങ്കിൽ ഈ പുഷ്പങ്ങളുടെ സ്വാരസ്യം കാണാനോ, ഇവിടെ ഈ പുഷ്പങ്ങളിൽ തട്ടി വരുന്നതായിരിക്കുന്ന മാരുതൻ്റെ സുഗന്ധം അനുഭവിക്കാനോ ഇതിനൊക്കെയാണോ വരണത്? എന്നാൽ അത് അനുഭവിക്കുക. ഏതായാലും രാത്രി സമയത്ത് ഇനി നിൽക്കണ്ട. പിന്നെ എത്ര പേര് ഭർത്താവിനെയും കുട്ടികളെയും ഒക്കെ വിട്ട് നിങ്ങളൊക്കെ വന്നിരിക്കണു. അതേ, ഭർത്തൃ ശുശ്രൂഷയാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയതായിട്ടുള്ളതായ കർത്തവ്യം. അതിനേക്കാൾ വലുതായിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് പറയാനില്ല. സകല ശാസ്ത്രങ്ങളും പറയണു, ഭർത്തൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോഹ്യമായ, ഏറ്റവും ശ്രേയസ്സായിട്ടുള്ള ധർമ്മം അത് തന്നെയാണ്. ഇനി അതിൽ അമാന്തം വരണ്ട. അതുമാതിരി കുട്ടികൾ കാത്തുകൊണ്ടിരിക്കില്ലേ അമ്മ എവിടെ പോയി എന്ന് പറഞ്ഞ്. അതുകൊണ്ട് തിരിച്ചു പോവുക, ബന്ധുജനങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ വന്ന് സന്തോഷമായി, കാര്യമായിട്ടില്ലേ, തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞു. അവർ നോക്കി, വലിയ ആഗ്രഹത്തിൽ വന്നതാണ്. അന്ന് ദേവിയുടെ അടുക്ക് കിട്ടിയിട്ടുള്ളതായ അനുഗ്രഹം അനുസരിച്ച് ഇതാ ഭഗവാൻ നമുക്ക് വേണുഗാനവും തന്ന് വിളിച്ചിരിക്കണമല്ലോ. ആ ആനന്ദത്തിൽ ഇവിടെ വന്നത് ആരോടും പറഞ്ഞില്ല. അതെല്ലാം ശരിയാണ്. ഇപ്പം ഭഗവാൻ പറയണു തിരിച്ചു പോകാനായിട്ട്. ഭർത്തൃശുശ്രൂഷണത്തെ പറ്റിയിട്ട് മനസ്സിൽ കുറച്ചൊരു നിരാശ. ഭഗവാൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയണത് മനസ്സിലതുകൊണ്ട് പാകത വരുത്തി. ഭഗവാനെ, മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം. മഹാപ്രഭോ, അവിടത്തെ ദർശിക്കാനായി ഓടി വന്നിട്ടുള്ളതായ ഞങ്ങളുടെ അടുക്കൽ ഈ മാതിരി പറയണത് കുറച്ച് കഠിനമല്ലേ? മനസ്സിൽ വല്ലാത്ത വേദന. അവിടുന്ന് കാണാനായി, അവിടത്തെ ദർശിക്കാനായി, ആനന്ദം അനുഭവിക്കാനായി ഓടി ഓടി എത്തിയിട്ടുള്ളതായിരിക്കുന്ന അടിയങ്ങളെ നടന്നു വന്നില്ല. പിന്നെ അവിടുത്തെ ആ വേണുഗാനം ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അലങ്കാരത്തിനെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ നോക്കിയില്ല. ഏകത്വമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ പേടി, ആ ചിന്തകളൊന്നും ഞങ്ങൾക്ക് വന്നില്ല. അവിടത്തെ ദർശിക്കണം, ആ വിളിച്ചതനുസരിച്ച് വേണുഗാനത്തിൽ സ്വീകരിച്ചതനുസരിച്ച് മാത്രം ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ആ ഞങ്ങളുടെ അടുക്ക തിരിച്ചു പോകാൻ പറഞ്ഞാൽ ഒന്ന് പറയട്ടെ, ഞങ്ങളെ എങ്ങനെയാ തിരിച്ചു പോവുക? ഞങ്ങളുടെ എല്ലാം ഇവിടെ തന്നിരിക്കണോ? കണ്ണ്, മൂക്ക്, നാക്ക്, മനസ്സ്, ഇതെല്ലാം തന്നെ അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സകലതും. അവിടെ നിന്നൊരിക്കൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം മമ. ഒരിക്കൽ ദുർവാസ മഹർഷിയുടെ അടുക്ക അങ്ങ് പറഞ്ഞു എന്നൊക്കെയാണ് കേട്ടിരിക്കണേ. അങ്ങയുടെ ഹൃദയമൊക്കെ ഭക്തന്മാരുടെ അടുക്ക, ഭക്തന്മാരുടെ ഹൃദയമൊക്കെ ഇങ്ങോട്ട് അന്യോന്യം ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ശരിയല്ലേ? ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ അടുക്കല്ല, അത് മുഴുവൻ അവിടത്തെ അടുക്കല. പിന്നെ ഞങ്ങളുടെ അടുക്ക പോവാനായിട്ട് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെയാ പോവാനായിട്ട് സാധിക്കുക? ഞങ്ങളുടെ കയ്യോ കാലോ ഇതൊന്നും പ്രവർത്തിക്കില്ല, അത് മുഴുവൻ ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഓ, ഒരു കാര്യം പറയട്ടെ, അവിടുന്ന് പറയണ കാര്യം, ഭർത്താവിൻ്റെ ശുശ്രൂഷ ശരിയാ.
ഭർത്തൃശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനം ഒരു സ്ത്രീക്ക്. അതിനേക്കാൾ വലുതായിട്ട് വേറെയൊന്നുമില്ല. പുരാണങ്ങൾ പറയുന്നു, ശാസ്ത്രങ്ങൾ പറയുന്നു, വേദങ്ങൾ പറയുന്നു, അതൊക്കെ ഞങ്ങളും സമ്മതിച്ചു. പക്ഷേ എല്ലാറ്റിലും ഉപരിയായി സർവാന്തര്യാമിയായിരിക്കുന്നതായ അവിടത്തെ അടുക്കൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടത്തെ സൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരികളോ ബന്ധുക്കളോ ഇതൊക്കെ സംസാരത്തിൻ്റെ ഭാഗം, അല്ലാതെ വല്ലതും വ്യത്യാസമുണ്ടോ? ആനന്ദത്തരമ്പായിരിക്കുന്നതായ അവിടെ നിന്ന് സർവവ്യാപിയായി ഇവിടെ ഇരുന്ന് ഇത് വിട്ട് ഉപേക്ഷിച്ച് തിരിച്ച് ഭർത്താവിൻ്റെ അടുക്കലോ ബന്ധുജനങ്ങളുടെ അടുക്കൽ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അടിയങ്ങളുടെ മനസ്സിൽ തോന്നണതാണ്, ക്ഷമിക്കണം. അന്ന് അമൃതമദനം കഴിഞ്ഞ ഉടനെ സർവേശ്വരി ലക്ഷ്മി ദേവി അവിടെ നിന്ന് മാലയും കൊണ്ട് പുറത്തേക്ക് വന്നു. ആരുടെ കഴുത്തിലാണ് അണിയിക്കേണ്ടത് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ സകല പേരും ദേവിയുടെ തൃക്കയിൽ നിന്ന് മാല അവരവരുടെ കഴുത്തിൽ വീഴാനായി കാത്തുകൊണ്ടിരുന്ന നോക്കിയില്ല. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് നിയന്ത്രണം. എല്ലാ ഗുണസമ്പന്നനായിട്ട് ഒരേ ഒരാൾ, സാക്ഷാൽ മഹാവിഷ്ണു സർവേശ്വരൻ. അദ്ദേഹത്തിനാണെങ്കിൽ ന കാംക്ഷതേഹി മാം, ഇങ്ങടെ ആഗ്രഹമില്ല. എന്നിട്ടും മാല അങ്ങോട്ട് അണിഞ്ഞു കൊടുത്തു. ദേവിയെ സ്വീകരിച്ചു. ഒരു സ്ഥാനം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ മാർവിടത്തിൽ തന്നെ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം കൊടുത്തു. ഇത്രയും നല്ല ഉത്തമമായ സ്ഥാനം കൊടുത്താൽ ലക്ഷ്മി ദേവിക്ക് തൃപ്തി ഉണ്ടാവണ്ടേ? സന്തോഷമായി, എനിക്ക് ധാരാളമായി എന്നില്ല. താഴത്തു നോക്കി ആ തൃപ്പാദത്തിൽ ഇങ്ങനെ വന്ന് ആരാധിക്കണു. തുളസി, സാക്ഷാത് ദേവി ആരാധിച്ച ഭാഗ്യവതിയായ തുളസിയുടെ നിലം നോക്കിയപ്പോൾ ലക്ഷ്മി ദേവിക്ക് അസൂയ തോന്നി. കാരണം ആ ദേവിയല്ലേ തൃപ്പാദത്തിലേക്ക്, ഭക്തന്മാരെല്ലാം പാദത്തിലല്ലേ വന്ന് വീഴണത്. ഓരോരുത്തരും കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ, ഗോവിന്ദായ നമോ നമഃ. ആ പാദത്തിൽ വീണങ്ങോട്ട് നമസ്കരിക്കണമല്ലോ. മാർവിടത്തിൽ നോക്കി ലക്ഷ്മി ദേവി മുകളിലാണെന്ന് ഇങ്ങോട്ട് നോക്കണുണ്ടോ? ഇല്ല. ആ തൃപ്പാദത്തിൻ്റെ മഹത്വം എത്രയുണ്ട്! ലക്ഷ്മി ദേവിക്ക് പോലും അസൂയുണ്ടാവുന്ന മാതിരി സാക്ഷാത് തുളസിയുടെ ആശ്രയം ആ പാദത്തിനുള്ളതായ ആകർഷണം ഇരിക്കുമ്പോൾ അടിയങ്ങളുടെ അടുക്ക പോവാൻ പറഞ്ഞാൽ എങ്ങനെയാ? അടിയങ്ങൾ എങ്ങനെ പോവും? ഉപേക്ഷിക്കരുത്. മൈവം വിഭോർഹതി ഭവാനി ഗതിത്വം നൃശംസം പറഞ്ഞു. ഭഗവാൻ നോക്കി എന്തെല്ലാമാണ് പറയണത്. അവർ പറയണത് നോക്കണത് ശരിയല്ലേ? അതിലേതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന നില. പിന്നെ വേറൊരു കാര്യം അവിടെ നിന്ന് പറഞ്ഞ ഒരു ന്യായമുണ്ട്. രാത്രിയാണ്, തനിയായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പേടിക്കാനൊക്കെ ഉണ്ട്. അവിടത്തെ അടുക്കൽ എല്ലാവരും ആശ്രയിക്കില്ലേ? എല്ലാത്തിനും തൃക്കൈയിലുള്ളതായ സുദർശനം, ശംഖ്, ഗദ ഇതൊക്കെയുണ്ട്. അവിടത്തേക്ക് ഭയാർത്തിഹരൻ എന്ന് പേരാണ്. ഗുരുവായൂരപ്പനെ ആശ്രയിക്കുമ്പോൾ എന്തെല്ലാമാണ്? സൂക്കേടാണോ? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നോളൂ കേട്ടോ. അവിടുന്ന് ഡോക്ടറാണോ? അതെ. വേദ്യോ വൈദ്യ സദാ യോഗി സഹസ്രനാമത്തിൽ ജപിക്കുന്നുണ്ട്. ഇതുമാതിരി എല്ലാത്തിനും ഭയാർത്തികരനായിട്ട് തൃക്കൈയിലുള്ളതായ സുദർശനം അവിടെ എടുക്കലുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ എടുക്ക രാത്രി കാലാണ്, ഒറ്റയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പേടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ പോകേണ്ടത്? എല്ലാത്തിനും ശക്തിയുള്ളതായ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ പ്രഭോ ഭഗവാൻ നോക്കി ഇവരുടെ അടുക്ക പറഞ്ഞ എങ്ങനെയായാലും വരില്ല. മനസ്സിൽ നല്ല ഉറപ്പ്, സന്തോഷമായി. നിങ്ങളീ പറഞ്ഞില്ലേ വരൂ എന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കൽ സ്വീകരിക്കാൻ. ആത്മാരാമോപി അരീരമതി, അവരായിട്ട് രമിച്ചു അത്രയെന്ന് പറയുകയാണ്. ഭഗവാൻ ആത്മാരാമനാണ് കേട്ടോ, അത് മറന്നു പോണ്ട. തന്നെത്താനെ രമിക്കുന്നത് സർവാന്തര്യാമി. അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിത. ഭഗവാൻ എവിടെയാണ്? അന്തർബഹി, ഉള്ളില് പുറത്ത്, അകത്ത്, തൂണില്, തുരുമ്പില്, എല്ലാ ദിക്കിലും, ഈ ഗോപികളുടെ ഉള്ളിലും സകല ചരാചരങ്ങളുടെ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്നതായ സർവാന്തര്യാമി ആത്മാരാമൻ മറ്റു ദിക്കെന്ന് വേണ്ട, രമിക്കുന്ന അവിടെ തന്നെ. എങ്കിലും തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ, ഭക്തകളെ അനുഗ്രഹിക്കാൻ അവരോടുകൂടി രമിച്ചു എന്ന് പറയുകയാണ്. പരീക്ഷിത് മഹാരാജാവ് കഥ കേൾക്കണു. ഭാഗ്യവതികള് സാധിച്ചില്ലേ? പക്ഷേ അത് വന്നപ്പോൾ എന്തെങ്കിലും തരത്തിൽ നല്ലതായിട്ടൊരു യോഗ്യത കിട്ടിയ അപ്പോൾ ഉള്ള തോന്നില്ലേ എൻ്റെ ഈ യോഗ്യത കൊണ്ടാണ് ഞാൻ രമിച്ചതെന്ന്. തനിക്ക് കിട്ടിയിട്ടുള്ളതായ ഭാഗ്യത്തിൽ മേനിരേ ആത്മാനം മേനിരേ സ്ത്രീണാം മാനിന്യ
അഭ്യധികം ഭുവി. ഞങ്ങളെ മാതിരി യോഗ്യതകൾ ആർക്കാ ഉള്ളത്? ഞങ്ങൾ വെറും ഗോപകുമാരികള്, ഗോപികള്, പഠിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ അടുക്ക ഭഗവാൻ രമിക്കണമല്ലേ? ഓ, നമ്മുടെ ഒരു ഭാഗ്യം കേമാണ്. അകത്തിങ്ങനെ അഹങ്കാരം കയറിയത്രേ. ഇത് ഭഗവാൻ കണ്ടു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വഴിയില്ല. മനസ്സിൽ ചാഞ്ചല്യം ലേശം വന്നാൽ അവിടെ തന്നെ പ്രസാദായ ഭഗവാൻ അന്തർദാനം ചെയ്യണം. വേണ്ടത് മാതിരി ഇനിയൊരു തരത്തിലുള്ളതായ ഉദ്ദേശത്തിനു വേണ്ടി പ്രശമായ പ്രശാന്തായ തത്രൈവാന്തർദധേ പ്രഭു. അവർക്ക് സാത്വികത ഉണ്ടാവണം, മനസ്സിന് പാകത വരണം, അവരെ അനുഗ്രഹിക്കണം. ഭഗവാന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ കണ്ണാ ആ പാദാരവിന്ദങ്ങളിൽ ആശ്രയിക്കുന്നതായ ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും തരത്തിലുള്ളതായ തെറ്റോ അഹങ്കാരമോ എന്തു വന്നാലും അതൊക്കെ അവിടുന്ന് തന്നെ പുറത്തു വേണം. നമ്മളിൽ എത്ര പേർക്ക് സ്വാനുഭവം ഉണ്ടാവും? നെഞ്ചത്ത് കൈ വെച്ച് ഹരേ നാരായണ നാരായണ വിളിച്ച വിളി കേൾക്കണ മാതിരി ഭൗതികമായിട്ടുള്ളതായ ഭഗവാന്റെ ദിവ്യരൂപമോ ആ ശരീരമോ കാണാൻ സാധിച്ചില്ലെങ്കിലും അനുഭവത്തിൽ അത് വരില്ലേ? അത് തന്നെയാണ് ഉണ്ടായത്. ഭഗവാൻ അന്തർധാനം ചെയ്തപ്പോ ഗോപികൾക്ക് അതിലുള്ളതായിരിക്കുന്ന വിഷമം എന്തായിരിക്കും? നദീതീരം, രാത്രി സമയം, കാട്, ഇതൊക്കെ തന്നെയാ സ്വതേ തന്നെ ഉള്ളതായിരിക്കുന്ന നിലയ്ക്ക് പുറമെ ഈ കാടും എല്ലാം കൂടി വന്നിട്ട് അവരുടെ ഉള്ളിലുള്ളതായ വിഷമം എന്തായിരിക്കും? അഹങ്കാരമൊക്കെ പോയി അവിടത്തെ വിളിച്ചു. ഭഗവാന്റെ അടുക്കൽ വിളിക്കാനായിട്ട് തന്നെത്താനും മറന്നു. ആരുടെ അടുക്കല ചോദിക്കണത് എങ്ങനെ പെരുമാറണു എന്നുള്ളത് വരെ മറന്ന് ഭൂമിയുടെ അടുക്ക ചോദിക്കാണ്. ഭൂമി, നീ കണ്ടുവോ? ഞങ്ങളുടെ കണ്ണനെ കണ്ടുവോ? നന്ദനന്ദനെ കണ്ടുവോ? ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയിട്ടുണ്ടാവും? മുല്ലച്ചെടിയുണ്ട്, ധാരാളം പൂത്തിരിക്കണു. ഭഗവാന് ശ്രീകൃഷ്ണന് മുല്ല വലിയ ഇഷ്ടമാണ്. ആ മുല്ല നീ കണ്ടുവോ? ഇവിടെ വന്നുവോ? മുല്ല ഇറക്കാനായിട്ട് വന്നുവോ? റോജാപ്പൂവുണ്ടല്ലോ, പാരിജാത വൃക്ഷങ്ങളുണ്ടല്ലോ, നിങ്ങൾ കണ്ടുവോ? മാൻപേട വരുന്നുണ്ട്, നീ കണ്ടുവോ? അല്ല, അത് മറുപടി പറയൂ. ആ ആലോചന വരണ്ടേ? കവികൾ പിന്നാലെ പറയണു. മേഘത്തിൻ്റെ അടുക്ക് ഒരാൾ ദൂതയച്ചു എന്ന് പറഞ്ഞ് കാളിദാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതായ കഥ പറയുന്നുണ്ട്. ഇവിടെ അനുഭവത്തിൽ ആ സർവേശ്വരൻ്റെ അടുക്ക് സർവവും സമർപ്പിച്ചിട്ടുള്ളതായ ഈ ഗോപകുമാരികള് ചോദിച്ചത് യമുനയുടെ അടുക്ക ചോദിച്ചു, മുല്ലയുടെ അടുക്ക ചോദിച്ചു, പുഷ്പങ്ങളുടെ അടുക്ക ചോദിച്ചു, അവിടെയുള്ളതായ ചെടി കൊടി എല്ലാത്തിൻ്റെ അടുക്കലും ചോദിച്ചു അത്രേ. രാമായണത്തില് പ്രഭു രാമചന്ദ്രമൂർത്തി സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ട് പോയി കഴിഞ്ഞു. അനിയൻ പിന്നാലെ വന്നു. അനിയൻ്റെ അടുക്ക കാത്തു രക്ഷിക്കാനും പറഞ്ഞു, ഞാൻ മാനിനെ പിടിക്കാൻ പോവുകയാണ് കേട്ടോ, ഇവിടെ അമാന്തിക്കരുത്, നോക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു. അവിടെ പോയപ്പോൾ സീതാദേവി പറഞ്ഞിട്ടുള്ളതായ തീക്ഷ്ണമായിട്ടുള്ളതായ വാക്കുകൾ ഇത് തന്നെയുള്ളൂ. കാരണം അദ്ദേഹത്തിന് അവിടെ ഇവിടെയുള്ളതായിരിക്കുന്ന ദേവതകളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മണനും പിന്നാലെ പോയി. ഇത് തന്നെയല്ലേ അവിടെ കാത്തുകൊണ്ടിരിക്കുന്നത്. രാവണൻ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഇവിടെ വന്നു നോക്കുമ്പോൾ ദേവി ഇല്ല. ഭഗവാൻ രാമചന്ദ്രമൂർത്തി ആരുടെ അടുക്കലൊക്കെയാണ് ചോദിക്കണത്? സകല പേരുടെ അടുക്കലും. നദിയുടെ അടുക്കലോ അവിടെയുള്ളതായ ഗോമതി നദിയുണ്ട്, മാനുകളുണ്ട്, പുഷ്പങ്ങളുണ്ട്, ദേവി അർക്കണതായിട്ടുള്ളതായ ദർഭയോ അവിടെ ലാളിക്കണതായിട്ടുള്ളതായ മാൻപേടകള്, പക്ഷികള്, ഇവരുടെ അടുക്കലൊക്കെ രാമചന്ദ്രമൂർത്തി ചോദിച്ചു എന്ന് പറയുന്നു വാൽമീകി രാമായണത്തില്. ഇവിടെ നന്ദഗോകുലത്തുള്ളതായ ഈ ഭാഗ്യവതികള് അന്വേഷിക്കാണ് ഓരോരുത്തരായിട്ട്. അതിലിങ്ങനെ മറന്ന് ഭവിക്കണു. അവരവർ തന്നെ കൃഷ്ണനായി ഭവിക്കുകയാണ്. ഒരു സ്ത്രീ, നീ പൂതന, നിന്റെ സ്തന്യപാനം ഞാൻ ചെയ്യാണ്, നീ തൃണാവർത്തൻ, നീ കാളിയൻ, പൊയ്ക്കോ, രമണകദ്വീപിലേക്ക് പൊയ്ക്കോ. ആ കാലെടുത്ത് വെച്ച് ഒരു വിരല് കൊണ്ട് തൻ്റെ ഉത്തരീയം പൊക്കി പിടിച്ച്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവിടെ കൊടുങ്കാറ്റും മഴയുണ്ടായാലൊന്നും വിരോധമില്ല, ഞാൻ താനുണ്ട്, നിങ്ങൾ പൊക്കി പിടിച്ച് അവരായിട്ട് തീരണു, കൃഷ്ണനായിട്ട് തീരണു ഓരോരുത്തരും. ഇതല്ലേ ഭാഗ്യം. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ നിലയ്ക്ക് ആരെങ്കിലും അറിഞ്ഞോ? അതിൽ പരിഹാസോ വല്ലതും ലജ്ജ ഇല്ല. അതെല്ലാം
നാമം ജപിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വിസൃജ്യ ലജ്ജം യോധീതേ മന്നാമാനി നിരന്തരം. വിസൃജ്യ ലജ്ജം, ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോ ലജ്ജ പാടില്ലാത്രേ. താൻ തൻ്റെ സ്വരം നന്നല്ല എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെന്തെങ്കിലും കളിയാക്കോ ഇല്ല. നാരായണ 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 ഇങ്ങനെ നാമം ജപിക്കണമെന്നില്ല, അതിൽ കുറച്ചലില്ല. ഹരിനാരായണ ജയനാരായണ ഹരിനാരായണ വിഠല 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 വിഠല. ഇത് ജപിക്കണ സമയത്ത് എൻ്റെ സ്വരം മോശമാണല്ലോ, ഇങ്ങനെയായിട്ട് മോശമായിട്ടുള്ള ആൾ ഇയാളെ എങ്ങനെയാ ഭജന ജപിക്കണേ? ഇതൊക്കെ തോന്നുക ഇത് നമ്മളെ ഓർമ്മയുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതിലിങ്ങനെ ലയിച്ചു പോയിരിക്കുകയാണ്. ഈ ഗോപകുമാരികൾ മുഴുവൻ കൃഷ്ണനായിട്ട് തീർന്നിരിക്കണു. ഒരാൾ പൂതനയായിട്ട്, ഒരാൾ ശ്രീകൃഷ്ണനായിട്ട്, തൃണാവർത്തനായിട്ട്, ഗോവർദ്ധനം എടുത്ത് പിടിക്കല്, കാളിയനെ അയക്കല്, വീണ്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കുള്ളതായ തത്വപ്രവചനം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ തത്വം, ഭഗവാന്റെ ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൊക്കെ പറയാൻ ഈ തുച്ഛയായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവുമോ? എന്നാലും ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്, നോക്കി ശ്രമിച്ചു നോക്കണു. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ ഇവർ നമുക്ക് പറഞ്ഞു തരിക. ഈ ഗോപികളാണ് നമുക്ക് പറയണത്. ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലേ പെട്ടെന്ന് ഇങ്ങനെ കാര്യം സാധിച്ചു എന്നില്ല. സാക്ഷാത് സർവേശ്വരൻ ലോകം മുഴുവൻ നിറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപിയെ അനുഭവിക്കണമെന്ന് തീർച്ചയാക്കിയിട്ട് അവർ ചെയ്തിട്ടുള്ളതായ പണികൾ എന്തൊക്കെയുണ്ട്. ഓരോന്നായിട്ടല്ലേ അവർ ചെയ്യണ്ടായത്. അവിടെ എത്താനായി പെട്ടെന്ന് സാധിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പെട്ടെന്ന് പണക്കാരനാവണം, ലോട്ടറി ചീട്ട് എടുത്ത് പഠിക്കുക അല്ല, വഴിക്ക് വഴിയുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. നല്ലവണ്ണം പഠിക്കണം, അക്ഷരത്തോട് കൂടിയിട്ട് വലിയ ക്ലാസ്സിലേക്ക് എത്തണമെങ്കിൽ ഓരോന്നും ഉറച്ചുറച്ച് വരണ്ടേ. അതിന് ആദ്യത്തെ പടി ദേവിയെ ആരാധിക്കല്. ധനുമാസത്തില് കുളിന് നോക്കാതെ അവിടെ പോയി കുളിച്ച് അമ്മയുടെ അടുക്കൽ സാഷ്ടാംഗം നമസ്കരിച്ച് നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമഃ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമഃ. ആ സമയം നമ്മൾ ചിന്തിക്കെ തന്നെ നമുക്ക് ആ രോമാഞ്ചം ഉണ്ടാവണമല്ലോ. ഇത് ആദ്യത്തെ പടി. മനസ്സിൽ കണ്ണനെ തനിക്ക് ലഭിക്കണം, തനിക്ക് തന്നെ തനിക്കുണ്ടാവണം. ആ ഉറച്ച വിശ്വാസത്തില് വഴി നാസാധ്യം തപസാ കിഞ്ചിത്. തപസ്സുകൊണ്ട് സാധിക്കാത്തതായി ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല. പൂർണ്ണമായി വിശ്വസിച്ചു. അതിനുള്ളതായ വഴി ശരീരത്തെ ക്ലേശിപ്പിച്ച് അമ്മയുടെ അടുക്ക പ്രാർത്ഥിക്കുക. അമ്മയെ അനുഗ്രഹിച്ചു. ആ പൂർണ്ണമായിട്ട് വ്രതം പൂർത്തിയാകുന്നതിന് ഒടുവിലത്തെ ദിവസത്ത് തന്നെ കണ്ണൻ വന്ന് വാക്ക് കൊടുത്തു. ഒന്നാമത്തെ പടി. വാക്ക് കൊടുത്ത പ്രകാരം ഭഗവാൻ വേണുനാഥം. കാര്യങ്ങളിൽ രണ്ടാമത്തത് മനസ്സിൽ തയ്യാറെടുക്കുക. അതിനുള്ളതായ വഴിക്ക് വഴിയുള്ളതായ രണ്ടാമത്തെ പടി ഭഗവാൻ വിളിച്ചു. ഭഗവാൻ വിളിച്ച സമയത്ത് ഞാൻ തയ്യാറായിട്ടില്ലല്ലോ, വേണ്ടതുമാതിരി ഒരുക്കണ്ടേ. ഭഗവാന്റെ അടുക്ക പോകുമ്പോൾ അലങ്കാരങ്ങൾ വേണ്ടേ, മാല അണിയണ്ടേ, കാതിൽ പൂവ് വേണ്ടേ, കഴുത്തിലുള്ളതായ വിശേഷങ്ങൾ വസ്ത്രങ്ങൾ ഇല്ല. അതിനെപ്പറ്റി ചിന്തിച്ചില്ല. തന്നെത്താനെ മറന്നു കണ്ണൻ്റെ അടുക്ക എത്താൻ. തൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ മറ്റുള്ളതൊന്നും പ്രതിബന്ധങ്ങൾ നോക്കണ്ട. അതിനെ തട്ടി നീക്കി ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, രാത്രിക്കാണെങ്കിൽ രാത്രി, അല്ലെങ്കിൽ അതിലുള്ളതായ തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അവിടെ എത്തി ഭഗവാനെ കണ്ടു. രണ്ടാമത്തെ പടി. ഭഗവാന്റെ അടുക്കൽ നോക്കണതായ സമയം എത്തിപ്പോയല്ലോ വിചാരിത്തുറന്ന് ഭഗവാന്റെ ഉപദേശം, ഭർത്തൃശുശ്രൂഷണം, അല്ലെങ്കിൽ അവിടെ ചെല്ലുക. രാത്രി വന്നത് ശരിയായില്ല, ന്യായാന്യായങ്ങൾ അവിടുന്ന് തിരിച്ചയക്കാൻ വിട്ടില്ല. എന്തായാലും കാര്യം സാധിച്ചേയിരിക്കൂ. മനസ്സുകൊണ്ട് തിരിച്ചു മറുപടി പറഞ്ഞു ഭഗവാന്റെ അടുക്കൽ. ഏതൊരു പ്രഭുവിനെ പ്രാപിക്കണമെന്ന് വിചാരിച്ച ഞങ്ങൾ തപസ് ചെയ്തുവോ, എത്രയോ ദിവസമായി കൊതിച്ച് 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 അതിൽ ലയിക്കാനുള്ളതായ ആഗ്രഹം പ്രകടിപ്പിച്ചുവോ, ഇത് അടുത്ത് വന്നിരിക്കണോ, കയ്യെത്തുന്നതായ സമയം. ഈ സമയത്ത് ഭഗവാൻ പറയണു തിരിച്ചു പോവാനായിട്ട്. ശാസ്ത്രങ്ങൾ പറയണു, ഭർത്തൃ ശുശ്രൂഷങ്ങൾ, നിയമങ്ങൾ പറയണു, ഏകമായിട്ട് അല്ലെങ്കിൽ ഏകാന്തതയിൽ ഇവിടെ വരാൻ പാടില്ല തുടങ്ങിയിട്ടുള്ളതായ കൃത്യം സ്വീകരിക്കണോ? വേണ്ട. വേണ്ട കാര്യം ഉറച്ച് അതിനെ മുഴുവൻ അതിജീവിച്ചു. എന്തു തടസ്സം വന്നാലും ഭഗവാനെ അതൊക്കെയുണ്ട്, ഇവിടെ തന്നെ ഞങ്ങൾ വന്നതാണ് അവിടത്തെ കാണാൻ. മൂന്നാമത്തെ പടി ഭഗവാൻ സ്വീകരിച്ചു. അപ്പോഴും ഉറച്ചില്ലേ.
നല്ല വ്യാപാരം തുടങ്ങേണ്ടതാ. അതിനുള്ളതായ വഴികൾ ഓരോന്നോരോന്നായിട്ടുള്ളതായ കാര്യങ്ങൾ, സ്ഥലമെടുത്തു, കാര്യങ്ങളൊക്കെയായി അവിടെ എടുത്തത് വരുന്ന സമയത്താണ് അപ്പോൾ ഒരു തടസ്സം. പുതിയ നിയമങ്ങൾ വരുന്നു. ആ നിയമങ്ങൾ വരണത് ഇന്ന തരത്തിലുള്ളതായ വിഷമതകളുണ്ട്. അതെടുത്ത് കാണിക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ളതായ വഴി ഭഗവാന്റെ അടുക്ക് അതിജീവിച്ച് ഭഗവാനായി രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം. ഞാനായതുകൊണ്ട് ജപിച്ചു, ഞങ്ങൾക്ക് സാധിച്ചു, ഞങ്ങളെ മാതിരിയുള്ളതായ ഭാഗ്യവതികൾ ലോകത്തിലില്ല എന്ന് വരെയുള്ളതായ ഭാവം ഉള്ളിലേക്ക് വന്നില്ലേ? ആ അഹങ്കാരം വന്നുടനെ ഭഗവാൻ അതിനെന്ത് ചെയ്തു? ഇല്ല. പ്രശമായ പ്രശാന്തായ തത്രൈവ അന്തരധീയത. ഭഗവാൻ അവിടെ കാണാതെ ഉണ്ടായി. അപ്പോഴും ഉപേക്ഷിച്ചില്ല. എന്തെങ്കിലും രണ്ട് തടസ്സം വന്നു, മിഷൻ ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, അതിനുവേണ്ടി വേണ്ടായിക്കേ ആരാ പുതിയ ആള്, അയാളെ കൊണ്ടുവന്ന് മിഷൻ നടത്തുക. ഉദ്ദേശിച്ചിട്ടുള്ളതായ ആ വ്യാപാരം അല്ലെങ്കിൽ ആ ബിസിനസ് വേണ്ടത് മാതിരി എത്തണ വരെ ഭഗവാനെ സാധിച്ചെടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് തടസ്സങ്ങളുണ്ടായി. ഭഗവാനെ കണ്ടു, അന്തർധാനം ചെയ്തു. ഇല്ല, കാടായിക്കോട്ടെ, ഞങ്ങൾ എല്ലാവരും തന്നെ കൃഷ്ണമയമായി അതേ പ്രവൃത്തിയിൽ തന്നെ മുഴുകി നിൽക്കുക. നാലാമത്തെ പടവ് ആയില്ല, കാര്യം സാധിച്ചില്ലല്ലോ. ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഇങ്ങനെ നോക്കി പോവുകയാണ്. കണ്ട് മനസ്സിലിങ്ങനെ ഉറച്ചിങ്ങനെ ഇരിക്കുക. ധ്വജം, അങ്കുശം തുടങ്ങിയിട്ടുള്ളതായ അടയാളങ്ങളോട് കൂടിയിട്ട് താമര, ഭഗവാന്റെ പൊന്നും തൃപ്പാദങ്ങൾ വെച്ചത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കുറച്ചും കൂടി നോക്കി, അത് അവിടെ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഭരതൻ അന്വേഷിച്ചു പോയി കാട്ടില് രാമനെ കാണാനായിട്ട്. എവിടെയാ? ആരോ പറഞ്ഞു വാൽമീകി ആശ്രമത്തിന് അപ്പുറേ നദീതീരത്ത് ആശ്രമം കെട്ടി താമസിക്കുകയാണ്. അതെയോ? അവിടെ ചെന്നു. തൻ്റെ കൂടെ വന്നിട്ടുള്ളവരായ ഗുരുനാഥന്മാരോ ജനങ്ങളോ അവരെയൊക്കെ ഒരു വഴിക്ക് നിർത്തിയിട്ട് തനിക്ക് തനിയെ കാണാൻ ആ ഓരോരോ പാദത്തിലും നോക്കി ഭഗവാന്റെ രാമചന്ദ്രമൂർത്തിയുടെ പാദമാണോ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ കാണാൻ തുടങ്ങി. ഇതാ കണ്ടിരിക്കണോ? കണ്ടു, ഇതാ ധ്വജമുണ്ട്, ഭഗവാന്റെ തന്നെയാ, യാതൊരു സംശയമില്ല. എങ്ങനെ അന്വേഷിച്ച് അവിടെ എത്തിയത്രേ. ഇതാ ഇവരും അതേമാതിരി നോക്കുക. കുറച്ചു ദൂരം നടന്നപ്പോൾ അല്ല, ഒരു ഗോപിയുടെ കാല് കാണുന്നുണ്ടല്ലോ. ഇത് കണ്ണൻ്റെ അല്ല, ഒരു സ്ത്രീയുടെ. അപ്പൊ ആരാ? ഒരു ഗോപിക കൂടെ പോയിട്ടുണ്ട്. എന്തൊരു ഭാഗ്യവതിയാ നോക്കണം. നമ്മളെയൊക്കെ വിട്ടിട്ട് കണ്ണൻ ആ ഗോപിയുടെ കൂടെ. കണ്ണൻ്റെ കാലുമുണ്ട്, ഗോപിയുടെ കാലുമുണ്ട്. കുറച്ചും കൂടി നോക്കിയപ്പോ കണ്ണൻ്റെ കാല് നല്ലോണം അമർത്തി പതിഞ്ഞിരിക്കണു. ഗോപിയുടെ കാലോട്ട് കാണാനും ഇല്ല. കണ്ടുവോ? ഭഗവാൻ ഇവിടെ ഇരിക്കുകയാണ്. ഗോപിയെ വഹിച്ചുകൊണ്ട് പോയിരിക്കണു, ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട് തോന്നണു. എന്തൊരു ഭാഗ്യ. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴല്ലേ കരഞ്ഞുകൊണ്ട് നിൽക്കണു ഒരു ഗോപികാ സ്ത്രീ. രാധയാണെന്ന് ഭാഗവതത്തിൽ പറഞ്ഞില്ല, മറ്റു പല പുരാണങ്ങളിൽ പറയണു. ഭാഗ്യവാന്മാരായിട്ടുള്ളതായ ജ്ഞാനികൾ പറയണു രാധയായിരുന്നു അതെന്ന്. അവിടെ നിന്ന് പുറപ്പെട്ടത് ശരിയാ. ഈ രാധയ്ക്ക് മാത്രമായിട്ട് ഭഗവാൻ അവിടെ നിന്ന് കൊടുത്തു അത്രേ. കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ആ ഉള്ളിൽ അഹങ്കാരം വരാൻ ഒന്നും വേണ്ടല്ലോ, പെട്ടെന്നല്ലേ ഉണ്ടാവുക. തനിക്കുണ്ടായി, എനിക്കിനി നടക്കാൻ പറ്റില്ല പ്രഭോ, എന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അത്രേ. അതിനെന്താ, ഞാനിവിടെ ഇരിക്കാൻ നീ ചോലിൽ കയറിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അവിടെ ഇരുന്നു. കാല് കവച്ച് വെച്ച് കയറാൻ നോക്കിയപ്പോൾ അന്തർധാനം ചെയ്തു. അവർക്കെങ്കിലും കുറേ പേരുണ്ട്, ഇവിടെ അത്രയും ഇല്ല, ഒറ്റയ്ക്കായി. അങ്ങനെയും കൂടിയുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമാധാനിപ്പിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് ഭഗവാനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പുതിയൊരു വ്യാപാരമോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ നാലാമത്തെ പദ്ധതിയും കഴിഞ്ഞു. തടസ്സങ്ങളുണ്ട്. ഇനി എന്താ മാർഗം? വീണ്ടും ശ്രമിക്കുക. അതിന് എന്തെല്ലാം തടസ്സമുണ്ടോ അതില്ലാതെ കണ്ടാവാൻ വേണ്ടിയിട്ട് പുനഃപുളിനമാഗത്യ എല്ലാവരും അവിടെ എത്തി. നദീതീരത്തിലെത്തിയിട്ട് ദേവി ഭഗവാനെ വിളിക്കുക. എങ്ങനെ വിളിക്കണം? ജയതി തേധികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദയിതദൃശ്യതാം ദിക്ഷുതാവകാഹ. അവിടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നോക്കണ ദയിത. എന്തൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അടുപ്പം തോറും ഭഗവാനെ വിളിക്കാൻ. എത്ര ഭഗവാനെ പേര് പറഞ്ഞ് വിളിക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തോളം നമ്മുടെ അടുപ്പം എത്രത്തോളം ഉണ്ടോ. അമ്മയുടെ അടുത്ത് അമ്മ
മുതിർന്നിട്ടുണ്ട്. അച്ഛൻ, നമുക്ക് ജന്മം തന്നിട്ടുള്ളതായ അച്ഛനും അമ്മയും, അവരെ നീ എന്ന് പറഞ്ഞു വിളിക്കാറുണ്ട്. മറ്റു ഭാഷകളിൽ പോലെ ദൗ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതെന്താ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഏകവചനത്തിൽ അടുപ്പം കൂടുന്തോറും നീ എന്ന് പറഞ്ഞ അത്രത്തോളം അടുപ്പം. ദയിത ദൃശ്യതാം താവകാഹ ത്വയി വിചിൻവതേ. അവിടത്തെ അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. പ്രഭോ, അവിടെ നിന്ന് എഴുന്നള്ളി വന്നില്ലേ? ഞങ്ങളുടെ ഈ നന്ദഗോകുലമൊക്കെ ഇപ്പൊ വളരെ ഭാഗ്യമായിരിക്കണു. ലക്ഷ്മി ദേവി ഇവിടെയാ താമസം. ഭാഗവതത്തില് ദ്വാരകാപുരിവാസികൾ ഒരിക്കൽ പറയുണ്ടായി ഭഗവാന്റെ അടുത്ത്, പ്രഭോ, ഞങ്ങളാണ് കൂടുതൽ ഭാഗ്യം. ദേവലോകത്തുള്ളതായിരിക്കുന്ന ദേവന്മാർക്ക് പോലും ഈ ഭാഗ്യമില്ല. അതെന്താ കാരണം? അവർക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ല. അവർക്ക് കാണണമെങ്കിൽ ഭഗവാനെ വീണ്ടും തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെക്കണം. വല്ല അസുരന്മാരോ രാവണനോ അല്ലെങ്കിൽ അതേമാതിരി കംസനോ തുടങ്ങിയിട്ടുള്ളവർ വന്നാൽ എല്ലാവരും കൂടി ബ്രഹ്മദേവന്റെ അടുക്ക ചെന്ന് ആവലാതി പറഞ്ഞ ബ്രഹ്മദേവനും ഇവരും ശ്രീപരമേശ്വരനും എല്ലാവരും വൈകുണ്ഠത്ത് പോയി ജപിച്ച് സ്തോത്രം ചെയ്താൽ ബ്രഹ്മദേവന് ദർശനം കിട്ടും, ഭഗവാന്റെ ആജ്ഞ കിട്ടും. ദേവന്മാരോ ഇവിടെ നിന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. അവർക്ക് പോലും സാധിക്കാത്തത് ദ്വാരകാപുരിവാസികൾ, ഞങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടല്ലോ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. സാക്ഷാത് ഗുരുവായൂരപ്പനെ ദർശിക്കാം, നേരിട്ട് അമ്പാടി കണ്ണനെ ദർശിക്കാം. ദൈ നൈമിഷാരണ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ സർവേശ്വരൻ ശ്രീകൃഷ്ണന്റെ ആ നർത്തന രൂപം കാണുന്നില്ലേ? ഇപ്പൊ തന്നെ ഗോപികളായിട്ടുള്ളതായ ലീലകൾ കാണാൻ ഒന്ന് കണ്ണടച്ച് നെഞ്ചത്ത് കയ്യും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ രാസകേളി ഇവിടെ കാണാനായിട്ട് സാധിക്കണില്ലേ? എന്തെല്ലാം വിശേഷങ്ങളാണ് അവിടെ പറയണത്. അവര് സ്തോത്രം ചെയ്യാണ്. ഭഗവാനെ അവിടത്തെ കാണാതെ ഓരോരോ ദിവസവും പശുക്കളെ മേച്ച് അവിടുന്ന് പോണതായ സമയത്ത് ആ കാല് അവിടെ ഉള്ളതായ കാട്ടിലുള്ളതായ പുല്ലിലും മേട്ടിലും വെക്കണതായ സമയം അതിലും നോവുമല്ലോ. മുള്ളുകുത്തില്ലേ? കല്ല് അതേമാതിരി ഇടിക്കില്ലേ? ഞങ്ങളുടെ നെഞ്ചത്താണ് അത് ഇടിക്കുക. ആ തൃപ്പാദം അവിടെ ഒന്നും വെക്കണ്ട, ഇവിടെ ഞങ്ങളുടെ നെഞ്ചത്ത് കൊണ്ട് വെക്കൂ. ഞങ്ങളിതാ കാത്തുകൊണ്ടിരിക്കണു. ഓരോരോ ദിവസവും ആ ഭാഗ്യവാന്മാരായിട്ടുള്ളതായ കാട്ടിലുള്ളതായ ചെടികൊടികളോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളോ ഞങ്ങളുടെ ഭ്രാതാക്കളോ ഭർത്താക്കന്മാരോ അങ്ങനെയുള്ളതായ ഗോപന്മാർക്ക് കിട്ടിയ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടണില്ലല്ലോ. സൂര്യൻ ഉദിക്കണതായ സമയത്ത് ഉച്ചയ്ക്കുണ്ടാനുള്ളതായ ചോറും കൊണ്ട് ഇവിടുന്ന് പോയി കാണാനില്ലല്ലോ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോ ത്രുട്ടിരിയുഗായതേ ത്വാമപശ്യതാം ത്രുട്ടിഹി, ഒരു നിമിഷം പോലും ഇന്ന് എന്താ ഇങ്ങനെ വരണേ? സൂര്യൻ ഒരു ഭാഗത്ത് നിൽക്കുക എന്ന് പറഞ്ഞിരുന്നു ആര്? അവിടെ നിന്ന് വേണുഗാനം ചെയ്യാൻ തുടങ്ങിയാൽ സൂര്യനും യാത്ര അവസാനിച്ച് ഈ പാട്ടും കേട്ടുകൊണ്ട് നിൽക്കും അത്ര ആകാശത്തിൽ. അത് തന്നെയാണ് ഉണ്ടായത്. ഇവിടുന്ന് പോയിട്ട് ഇന്ന് കൊണ്ടുപോയിട്ട് എത്ര നേരമായി? വരണ കാണാനില്ലല്ലോ. കണ്ണാ, അങ്ങനെ വേണ്ടി ഞങ്ങൾ കാത്തുകൊണ്ടിരുന്നില്ലേ? ഈ ഓരോരോ നിമിഷവും ഓരോരോ യുഗമായി നിന്ന് കാത്തുകൊണ്ടിരുന്ന് ഒടുവിൽ ഞങ്ങൾക്ക് ദർശനം കിട്ടുമ്പോൾ എന്തൊരു മഹാഭാഗ്യമാണ്. ഇതി ഗോപ്യ പ്രഗായന്ത്യഃ വിലപന്ത്യശ്ച ചിത്രധ രുരുദു സുസ്വരം ഗോപാഃ കൃഷ്ണദർശന ലാലസാഃ. രുരുദു സുസ്വരം എല്ലാമേ മറന്നു. കരയാണ് ഉറക്കെ, കൃഷ്ണ നന്ദനന്ദന ഗോപാല വിളിക്കുമ്പോൾ അത് തന്നെ അതിലുള്ളതായ മറ്റ് ലജ്ജ വിസർജ്ജ ലജ്ജ എന്ന് ആദ്യം പറഞ്ഞുവല്ലോ. ഇവിടെ പറയുന്നു പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നതായ ഭാഗത്ത് രുരുദു സുസ്വരം. ഹേ രാജൻ, നമ്മുടെ മനസ്സിന് ആ പാകത വരുന്നുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ കണ്ണനെ അങ്ങനെ വിളിക്കാറുണ്ടോ? ഇതാ കണ്ടില്ലേ, സ്കൂളിലേക്ക് പോയിട്ടില്ല, പഠിപ്പില്ല, ഐശ്വര്യമില്ല, ഭാഗ്യവതികള്. ശബരി എന്നൊരു കാട്ടിലുള്ള പഠിപ്പില്ല, യോഗ്യതയില്ല, ഒന്നുമില്ല. ഇവിടെയെങ്കിലും കുറെ പേര് പശുക്കളെ മേച്ച് നടന്ന് അവരെ പാല് കറന്ന് കൊടുത്ത് ഇതൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ശബരിയുടെ അടുത്ത് അതുമില്ല. ആകെ ഉണ്ടായിരുന്നത് ആ കാട്ടില് പമ്പാ നദീ തീരത്തിന്റെ അടുത്തുള്ളതായ കാട്. അവിടെ ഒരു മഹർഷി മതങ്കൻ എന്നുള്ളതായ മഹർഷി തപസ് ചെയ്യണു, കുറച്ച് ശിഷ്യന്മാരും. അവിടെ ഇങ്ങനെ അകലെയുണ്ട് ഒരു രസം. അവിടെ ഉള്ളതായ അവരുടെ പൂജയ്ക്കോ ഇതിനൊക്കെ ഒന്നും ഒരുക്കി കൊടുക്കാൻ അകലെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ഇത്രേ ഉണ്ടായുള്ളൂ. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹം, ആ പ്രഭുവിനെ ദർശിക്കാനുള്ളതായ മഹാഭാഗ്യം. അദ്ദേഹം ധ്യാനം അറിയോ അല്ലെങ്കിൽ പൂജ അറിയോ എന്തെങ്കിലും അറിയോ? 3-ാം സ്കന്ധത്തില്
ഭഗവാനെ ധ്യാനിച്ച് ഉള്ളിലേക്ക് കിട്ടാനായി അഷ്ടാംഗയോഗത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന് 8 വഴിയായിട്ട് ശരീരത്തിന് നമ്മളെ വേണ്ടതുമാതിരി നിയന്ത്രിക്കാനുള്ളതായ വ്രതാനുഷ്ഠാനങ്ങൾ, ഏകാദശി തുടങ്ങിയിട്ടുള്ളത്, പ്രാണായാമങ്ങൾ ചെയ്യുക, ശ്വാസോച്ഛ്വാസത്തിന് കാലനക്കാതിരിക്കാൻ വേണ്ടതുമാതിരി ആസനം, ദർഭാസനമോ അതെങ്കിൽ ഉച്ചിരനാഥ് ഭഗവാൻ ഉപദേശിക്കണ മാതിരി ഉള്ളതായ തരത്തിൽ കാലനക്കാതെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് ഗുരുവായൂരപ്പനെ കണ്ണടച്ച് ഇവിടെ കാണാൻ ഇത്രയെല്ലാം പറയുന്നു. ഈ ശബരിക്ക് സാധിച്ചു. അവിടെ നിന്ന് എന്ത് പഠിച്ചു? ഈ പ്രാണായാമം പഠിച്ചുവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇല്ല. അവിടുന്ന് പറഞ്ഞിരിക്കണോ മതംഗ മഹർഷി, രാമനും ലക്ഷ്മണനും വരും കേട്ടോ, അവർ വന്നാൽ വേണ്ടത് മാതിരി അവരെ ബഹുമാനിക്കണം. ഇത്രയേ ഉള്ളൂ മഹർഷി പറഞ്ഞതാ. തിരിച്ചറിയാൻ കാട്ടിലേക്കല്ലേ പറഞ്ഞേ. ആ വർണ്ണന മാത്രം പറഞ്ഞു. ജടാമകുടം ഉണ്ടാവും, നല്ല നീല നിറം, കാവ്യ മരവുരി ധരിച്ചിട്ടുണ്ട്, തോളില് ഈ ആവനാഴിയുണ്ട്, വലിയ വില്ലുണ്ട്, കൂടെ തന്നെ അനിയൻ ഇതേ തരത്തിലുള്ളതായ നില, മുഖം പൂർണ്ണചന്ദ്രനെ മാതിരി ഉള്ളതായ ആ മുഖം നോക്കിക്കോളൂ. നല്ല വെളുപ്പ് നിറം അനിയൻ, ജ്യേഷ്ഠൻ നീലയോ പച്ച നിറം ഇങ്ങനെ വെക്കാം, ഓർമ്മ വെച്ചോളൂ. ഇത്രേ പറഞ്ഞു കൊടുത്തോളൂ, ഉറച്ചു മനസ്സിൽ. അങ്ങനെ തന്നെ ചിന്തിച്ച് 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 ആ രാമനെ ദർശിക്കാനായിട്ട് സാധിച്ചു. ശബരിക്ക് എന്ത് ഭാഗ്യം നോക്കൂ. ഈ ഗോപികള് അവർക്ക് സാധിച്ചില്ലേ? അവർക്ക് സാധിച്ചിട്ടുള്ളത് മനസ്സിൽ ചിന്തിക്കാൻ ഉറച്ചു. അരുരുദുസ്വരം രാജന് കൃഷ്ണദർശനലാലസാഹ താസാം ആവിരഭൂച്ചൗരിഹി സ്മയമാനമുഖാംബുജഃ പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥമന്മഥഃ. ഈ വിളിയൊക്കെ കണ്ടു, കരച്ചിൽ കണ്ട സാക്ഷാത് കണ്ണൻ കൂടി അതേമാതിരി അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. സാക്ഷാത് മന്മഥമന്മഥഃ. ഒരു മന്മഥം പ്രയോഗിച്ചാൽ പോരാ, ലോകത്തിൽ വെച്ച് നമ്മുടെ കണക്ക് പറയാം ഏറ്റവും സുന്ദരൻ മന്മഥൻ. അങ്ങനെ അനവധി അനവധി മന്മഥന്മാരുണ്ടെങ്കിൽ അതിൽ വെച്ച് ഉത്തമ മന്മഥനാരോ ആ വേഷം നമുക്ക് അത്രേ പറയാനെത്തുള്ളൂ. നമുക്ക് ചിന്ത അത്രയല്ലേ പോവുള്ളൂ. ലക്ഷ്മി ദേവിയെ വർണ്ണിക്കാനായി പുറപ്പെട്ടപ്പോൾ വേദങ്ങൾ വരെ എവിടം വരെ വർണ്ണിച്ചു? പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയെ പത്മദലായതാക്ഷി ഒക്കെ താമരപ്പൂവിൻ്റെ അടുത്ത. കയ്യ്, മുഖം, കാല് എല്ലാമേ താമര മാതിരി. അങ്ങനെയാണോ ദേവിയുടെ? പക്ഷെ അത്രേ നമുക്ക് പറഞ്ഞാൽ അറിയുള്ളൂ. അതുകൊണ്ട് പറയുന്നു സാക്ഷാൽ മന്മഥ. ഓരോരുത്തരുടെ മനസ്സിലും ആ സർവേശ്വരനെ ധ്യാനിച്ച് അവരായി തീർന്ന മനസ്സിന് ഭംഗത്തുള്ളതായിരിക്കുന്ന പാകത അവരുടെ നടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങൾ 4 കഴിഞ്ഞ് 5-ാമത്തത് തടസ്സങ്ങളോടെന്ന് ലൈസൻസ് കിട്ടേണ്ടത് വന്നു. തടസ്സങ്ങൾ നീക്കി കാര്യങ്ങൾ സാധിച്ചു. പ്രവർത്തനം തുടങ്ങി. നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കുന്ന വ്യാപാരമോ ബിസിനസ്സോ തുടങ്ങി. അതങ്ങനെ പ്രവർത്തിച്ചു. അതാണ് ഇപ്പോൾ ഭഗവാൻ ഇതാ പ്രത്യക്ഷമായിട്ടുള്ളത്. മനസ്സിൽ ഉറച്ചു. ഭഗവാൻ അടുത്തുണ്ട്. ഗോപികമാരടുത്ത് വന്നു. ചിലർ കയ്യ്, ചിലർ കാല്, തിരുമുഖം. ആ തിരുമുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു. നേത്രം കൊണ്ട് പാനം ചെയ്യുക. ഭഗവാന്റെ തൃക്കൈയെടുത്ത് തൻ്റെ മടിയിൽ വെക്കുക. അവർക്ക് അചീക്ലപന്നാത്മ ആസനമാത്മബന്ധവേ. കാട്ടിലെങ്ങനെ പൂജകള്, അവിടത്തേക്ക് ഇരിക്കാനുള്ളതായ ആസനം അചീക്ലിപൻ ആത്മബന്ധവേ. അവരവരുടെ ഉത്തരീയം വിരിച്ചങ്ങോട്ട് കൊടുത്തു. ഇവിടെ ഇരിക്കാം. ഓരോരുത്തർക്കും കാത്തുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ നിന്ന് ഇരുന്നു, അടുത്ത് വന്നു. ഭഗവാനെ ഓരോരുത്തരും അനുഭവിക്കാനായിട്ട് തുടങ്ങി. കാര്യം സാധിച്ചു കേട്ടോ. ഇതുവരെ ശ്രമിച്ചതൊക്കെ ഫലവത്തായി. ഇനി ഭഗവാൻ എവിടെയും പോവില്ല. ഓരോരുത്തരും 4 ഭാഗത്തുണ്ട്. ഗോപികമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നമുക്ക് ചോദിക്കാം ഭഗവാന്റെ അടുത്ത്. നമ്മൾ നട്ടാപ്പട്ട രാവിലെ അവിടെ നിന്ന് വിട്ടുപട വന്നു. നമ്മളെ പതുക്കെ പോയി എല്ലാം വിട്ടുപോയില്ലേ? ഭഗവാനെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഓ ചോദിച്ചോളൂ. അല്ല തെറ്റിദ്ധരിക്കരുത്. ആദ്യം അവിടെ നിന്ന് വിട്ടു പോവുക. ഒന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട, ചോദിച്ചോളൂ. ഒരു സ്ത്രീ ഗോപികാസ്ത്രീ, വേറൊരു സ്ത്രീ, വേറൊരു ഗോപികാസ്ത്രീ അന്യോന്യം നോക്കി ഒടുവിൽ ചോദിച്ചു. അതെ ഭജതോപി ഭജന്തേകേ. 2-3 തരത്തിലുള്ളതായ ആളുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തെ പറ്റി ചോദിക്കുക കേട്ടോ. ചിലരൊക്കെ അങ്ങോട്ട് സഹായിക്കുക. എത്ര അങ്ങോട്ട് സഹായിച്ചാലും അവർ വിടാതെ അതിന് ശരിക്ക് സഹായിക്കും.
പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിലും നാളെ നമ്മളെ സഹായിച്ചതാണ്, ഞാൻ ഇല്ലാത്ത സമയത്ത് കുടുംബത്തിനെ വരെ പരിപാലിച്ചതാണ്, അതുകൊണ്ട് അവർക്കൊരു സങ്കടം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലുന്ന ഒരു കൂട്ടരുണ്ട്. വേറെ ഒരു കൂട്ടരുണ്ട്, നമ്മുടെ ഉപകാരം ഒന്നും നോക്കണ്ട, അവരെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം. ഇപ്പോൾ റോഡിൽ എന്തെങ്കിലും വീണ് കിടക്കുന്നുണ്ട്, ഒരാൾ ആപത്തായിട്ട് പലരും ഇങ്ങനെ നോക്കി പ്രദക്ഷിണം വെച്ച് അങ്ങോട്ട് പോവും. അല്ല മറ്റേ ചിലർ ഇല്ല, എന്ത് വന്നാലും വിരോധമില്ല, സാക്ഷി വിളിച്ചാലും വിരോധമില്ല എന്ന് പറഞ്ഞാൽ അവരെ എടുത്ത് ഓട്ടോ വിളിച്ച് അവരെ പിടിച്ച് ആസ്പത്രിക്ക് ആക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യണില്ലേ? ഇങ്ങോട്ട് പ്രത്യുപകാരേച്ഛ ഇല്ലാതെ അങ്ങോട്ട് ഉപകാരങ്ങൾ ചെയ്യാം. ഇത് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവരുടെ നില എങ്ങനെയാ വെച്ചാൽ അങ്ങോട്ട് ഉപകാരം ചെയ്താലും തിരിച്ചു കൊടുക്കില്ല, കണ്ട മാത്രമല്ല, അവരുടെ പാട്ടിൽ അതിങ്ങനെ പോവും. പാവം ഇത്രയുണ്ട് സഹായിച്ചില്ലേ, ഇല്ല അങ്ങനെയൊന്നും ഇല്ല, നന്ദിയില്ല, അങ്ങനെ ഒരു കൂട്ടർ. അല്ല ഭഗവാനെ, അവിടുന്ന് ഏത് കൂട്ടത്തിലാ, ഏതിലെങ്കിലും പെടുവോ? ഭഗവാൻ മന്ദഹസിച്ചു, അവിടത്തേക്ക് അറിയില്ലേ? അറിയാം, എന്നാലും അവിടെ നിന്ന് അങ്ങോട്ട് പറയാനായിട്ട് തുടങ്ങി. നിങ്ങൾ ചോദിച്ചില്ലേ, മൂന്ന് കൂട്ടരെ പറ്റിയും പറയാം. ആദ്യം പറഞ്ഞില്ലേ, അങ്ങോട്ട് ഉപകാരം കിട്ടി, ഇങ്ങോട്ട് ഉപകാരവും അതേമാതിരി. അതിന് പ്രത്യേക ധർമ്മമൊന്നുമല്ല. കൃതസ്യ പ്രതികർത്തവ്യം ഏഷ ധർമ്മ സനാതന, സുന്ദരകാണ്ഡത്തില്, രാമായണത്തില്. അതായത് ഒരാൾ ഇങ്ങനെ എന്തൊക്കെ ഉപകാരം ചെയ്താൽ അതിന് പ്രതികർത്തവ്യം, അതേമാതിരി പ്രത്യുപകാരം ചെയ്യണം എന്നുള്ളത് സാധാരണ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകം അത് പറയാനായിട്ട് സാധിക്കില്ല. അത് ഒന്ന്. രണ്ടാമതൊന്ന് പറഞ്ഞു, ഇങ്ങോട്ട് ചെയ്തില്ലെങ്കിലും സഹായിക്കുക. ചിലരിങ്ങനെ സഹായിക്കേണ്ട അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം അച്ഛനമ്മമാർ. അവർ തൻ്റെ മക്കളെ സഹായിക്കണത്, അവരെ രക്ഷിക്കണത്, എന്തെല്ലാം പാടുപെട്ടൊക്കെയാണ് രക്ഷിക്കണത്. അത് കുറെ കൂടി ചിന്തിച്ചു നോക്കിയാൽ ദേവി മഹാത്മ്യത്തിലെ കഥയൊക്കെയാണ് ചിന്തിക്കണേ. പക്ഷികൾ അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത്, ചിറക് വരാത്തവർ, ചിറക് വന്നാലും തന്നെ വെറുത്തു പോയി കൊണ്ടുവരാൻ സാധിക്കാത്തവർക്ക് മരത്തിൽ നിന്ന് പഴങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളുടെ വായിൽ ഇട്ട് കൊടുത്തവരെ രക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യുപകാരേച്ഛ ഇല്ല. അവർ കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് ചിറക് വന്ന് പറക്കാറായാൽ ഇവർ പറന്നു പോകും. ആരമ്മയോ ആരച്ഛനോ ആര് കുഞ്ഞുങ്ങളോ ഇല്ല. പശു നക്കി കൊടുത്ത് എത്രയെല്ലാം ശുശ്രൂഷിക്കണം. ആ പശുക്കുട്ടി വന്ന് ചൊരത്തിയാലല്ലേ കറക്കാൻ സാധിക്കൂ. ആ പശുക്കുട്ടി ഇത്രയെല്ലാം ശുശ്രൂഷിച്ച പശുക്കുട്ടിയുടെ അടുക്ക കാണിച്ച സ്നേഹത്തിന് എന്തെങ്കിലും പ്രത്യുപകാരം പിന്നെ ഇല്ല. ആ പശുക്കുട്ടി വളർന്നു, കറവ് പറ്റി, അത് അതിൻ്റെ പാട്ട് പോയി പശുവായിട്ടോ മൂരിയായിട്ടോ ഒന്നുമില്ല. മനുഷ്യരെങ്ങനെയല്ല, കുറേ കൂടി ഉണ്ട്. കാരണം വാർദ്ധക്യത്തിൽ ഈ മകൻ അല്ലെങ്കിൽ മകള് നമ്മളെ നോക്കണം, കാത്തുരക്ഷിക്കണം. പണം കൊണ്ടാണെങ്കിൽ പണം, വയ്യാതെ കൊണ്ടായി ഒന്ന് ശുശ്രൂഷിക്കണം. അതും അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ മരിച്ചുപോയ കർമ്മമെങ്കിലും ചെയ്യണം എന്നുള്ളതായ പ്രത്യുപകാരം. അതൊക്കെ പ്രത്യുപകാരേച്ഛ. ഇപ്പം ഇവിടെ ഭഗവാൻ പറയണു, രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞില്ലേ, അതായത് അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ധർമ്മം അല്ലെങ്കിൽ അതുമാതിരിയുള്ളത്. മൂന്നാമതൊരു കൂട്ടർ പറഞ്ഞു, അങ്ങോട്ട് ഉപകാരം ചെയ്താലും കാണാത്ത മാതിരി എങ്ങനെ പോവില്ലേ? ആരാന്നാണെങ്കിൽ ആത്മജ്ഞാനികൾ, അവർക്കിത് ബാധകമല്ല. ആത്മജ്ഞാനികൾ നദ്വേഷ്ടി, ആർക്കും അവർക്ക് പ്രത്യേകമായിട്ടുള്ളതായ ഇച്ഛയോ അനിച്ഛയോ ആരുടെ അടുക്കലും ഇല്ല. ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതിൽ തന്നെ പറഞ്ഞിരിക്കണു നദ്വേഷ്ടി എന്നൊക്കെയാണ് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സമശത്രൗച മിത്രേച തഥാ മാനാപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമഹ സംഘവിവർജിത. ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്നത്. ജ്ഞാനികൾ ഇപ്പം അങ്ങോട്ട് ഉപകാരം ചെയ്തോ ചെയ്തില്ല, ഇല്ല അപകാരമാണ് ചെയ്തത് അപ്പോഴും ഇല്ല. ത്യാഗബ്രഹ്മം. അദ്ദേഹം ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ ഗാനങ്ങളും കീർത്തനങ്ങളും പാടിക്കൊണ്ടിങ്ങനെ നടക്കുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് അതിലൊന്നുമില്ല. അത് അവരുള്ളത് മൂന്നാമത്തെ കൂട്ടർ. ഞാൻ ആ കൂട്ടത്തിൽ ഞാനിതിലൊന്നിലും പെടില്ല. അപ്പോൾ ഭഗവാൻ അതെ, ഞാൻ എൻ്റെ നില എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം, ആരെന്നെ ആശ്രയിച്ചുവോ അവരെ തന്നെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതല. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് ഒരാൾക്കും ആപത്ത് വരില്ല. നാഹം തു സഖ്യോ ഭജതോ പിജന്തൂനെ ഭജാമ്യമീഷാം അനുവൃത്തിവൃത്തയേ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ. എൻ്റെ അടുക്കൽ ആശ്രയിച്ചു, ഹരേ ആ പൊന്നും തൃപ്പാദങ്ങളല്ലാതെ ആശ്രയമില്ല എന്ന് ആശ്രയിക്കുന്നവർക്ക് അവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നമേ ഭക്ത പ്രണശ്യതി ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ ക്വചിൽ.
ഇതാണ് എന്നുള്ള നില എന്ന് അവിടുന്ന് പറഞ്ഞു. മാത്രമല്ല മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് പണമില്ലാതെ വളരെ കഷ്ടപ്പെടുക. അങ്ങനെ എന്തോ ഒരു ഭാഗ്യം ലോട്ടറി കിട്ടിയെന്നോ അല്ലെങ്കിൽ മകൻ കുറേ ഉദ്ദേശിക്കാതെ പണം അയച്ചു, ഏതെങ്കിലും തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ ഈ പണം ഇല്ലാത്തതായ ഈ ദരിദ്രൻ എന്ത് കഷ്ടപ്പാട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ? അതേമാതിരി എന്നെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പ്രാവശ്യമാണെങ്കിലും ആ രൂപം മനസ്സിൽ കിട്ടിയാൽ ഉറച്ചു നിൽക്കുക. സശംഖചക്രം സകിരീടകുണ്ടലം സ്വപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി കൃഷ്ണം. ആ ദിവ്യമായിട്ടുള്ളതായ നീലമേഘശ്യാമള രൂപം, തിരുമുഖം പൂർണ്ണചന്ദ്രനെ മാതിരി, താമരേതൽ മാതിരിയുള്ളതായ തൃക്കണ്ണുകൾ, കിരീടം, ആ കഴുത്തിലുള്ളതായ ഹാരം, തൃക്കൈകൾ, ശംഖ്, ചക്രം, ഗദ, പത്മം, മഞ്ഞപ്പട്ട്, അതിൻ്റെ മുകളിലുള്ളതായ പൊന്നരഞ്ഞാണം, തൃപ്പാദത്തിലുള്ളതായിരിക്കുന്ന കൊലുസ്, ആ രൂപം മനസ്സിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉറച്ചു നിൽക്കണേ. അതിനു വേണ്ടി നോക്കി അത് നഷ്ടപ്പെടാതിരിക്കാൻ ഉറപ്പിച്ച് കൂടെ കണ്ടുകൊണ്ടിരുന്നാൽ വിട്ടുപോകും. സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം. അടുത്തുള്ളതാണെന്ന് ഭഗവാനെ ഇപ്പം എന്നും കാണാറുള്ളതല്ലേ, പിന്നെന്താപ്പോ ഗുരുവായൂർ തന്നെ താമസിക്കുക, അമ്പലത്തിൽ പോകാറുണ്ടോ? അതെ എനിക്ക് ചിലപ്പോഴേ തരാവാറുള്ളൂ കേട്ടോ. അതെന്താ, എനിക്ക് പല ജോലികൾ നോക്കി നമ്മൾ ഇവിടുന്ന് എത്ര കഷ്ടപ്പെട്ടാൽ പോണേ, വണ്ടിയുണ്ടോ, വേറെ ഒരു കൺവെയൻസ് ഉണ്ടോ, ഇതൊന്നും ഇല്ലാതെ ട്രെയിനോ എന്ത് കാര്യം, എവിടെ നിന്നൊക്കെ വരണു ഒരു നോട്ടം കാണാൻ. ആ ക്യൂ വലിയ ആഞ്ജനേയ സ്വാമിയുടെ വാല് മാതിരി വലിയ ക്യൂ ആണെങ്കിലും അവിടെ അങ്ങോട്ട് നിന്ന് ആ കണ്ണനെ ഒരു നോട്ടം കാണാൻ വേണ്ടി ഹരേ അഗ്രേ പശ്യാമി തേജോനിബിഡ തരകലായ അവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം ഭട്ടതിരിപ്പാട് പറഞ്ഞത് മാതിരി അത് കാണാനായിട്ട് കാത്തുകൊണ്ടിരിക്കണം. ഭഗവാന്റെ വാക്കുകൾ കേട്ടു ആനന്ദം അനുഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. സമയം അവസാനിക്കുമ്പോൾ 1-2 ഭാഗങ്ങൾ കൂടി പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട് തുടങ്ങുകയാണ്. കുട്ടികൾ പഠിക്കാൻ തുടങ്ങുക. പുസ്തകം നോക്കി നാളെ ഇത് പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കി ഇങ്ങനെ വായിക്കുക. 1 പ്രാവശ്യം വായിച്ചു, 2 പ്രാവശ്യം വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു. ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. ആചാര്യൻ വന്നു, അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലും പഠിച്ചിട്ടുള്ള ആൾ ഇതെന്താ ചെയ്യണേ, നാളെ ഇത് കാണാപ്പാടം പഠിച്ചുകൊണ്ട് വേണം, അതിനിപ്പോൾ എന്ത് ചെയ്യണു, ഞാനിത് നോക്കി ഇങ്ങനെ വായിക്കുകയാണ്. അതിങ്ങനെ ചേർത്ത് വായിക്കുക. അമ്പാടി തന്നീലോരുണ്ണിയുണ്ടങ്ങീനെ ഉണ്ണിക്കു പേരുണ്ണി. അതിങ്ങനെ കാണാപ്പാടം അതിങ്ങനെയാ പഠിക്കുക. പിന്നെ എങ്ങനെയാ പഠിക്കണ്ടേ? 1 പ്രാവശ്യം വായിക്കുക, എന്നിട്ട് മൂടി വയ്ക്കുക, എന്നിട്ട് പറഞ്ഞു നോക്കുക. അപ്പോൾ ഓർമ്മ വരും. നോക്കൂ, അങ്ങനെ 1 പ്രാവശ്യം നോക്കി പിന്നെ മൂടി വെച്ചു. പിന്നെ പഠിക്കാൻ നോക്കി കുറേശ്ശെ 1 വരി ഓർമ്മ വന്നു. അങ്ങനെ തന്നെയാണ്. ആദ്യം നോക്കുക, ചെല്ലി നോക്കുക, ആദ്യം തുറക്കുക, വീണ്ടും നോക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് തുടർച്ചയായിട്ട് കണ്ടല്ല പഠിക്കേണ്ടത്. ഒരിക്കൽ നോക്കി നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞ് പുസ്തകം മൂടി വയ്ക്കുക, പഠിക്കുക. ഞാൻ ദർശനമ്പോൾ കണ്ണൻ്റെ രൂപം കിട്ടണമെങ്കിൽ ഞാൻ എന്നെ കണ്ടു, അടുത്തുണ്ടായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ അന്തർധാനം ചെയ്തപ്പോൾ തദേക ധ്യാനമായിരുന്നില്ലേ? ശരിയാ. എന്തൊക്കെ ധ്യാനം? അന്ന് ഗോവർദ്ധനം പൊക്കിയത്, കാളിയനെ അയച്ചത്, എന്തെല്ലാം ലീലകൾ ചെയ്യുന്നോ അത് മുഴുവൻ മനസ്സിലിങ്ങനെ ഉറച്ചു വന്നില്ലേ? ഇത് തന്നെയാണ് നമുക്ക് ഭാഗവതം പഠിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം യോഗ്യതയായോ? അത് കുറച്ചെടുത്ത് ഉള്ളിൽ മനസ്സിൽ ഉറപ്പിച്ച് അതിന് പേര് മനനം എന്ന് പേര്. ഭാഗവത മഹാത്മ്യം വർണ്ണിക്കുന്നതായ സമയത്ത് ഗോകർണൻ ഉപദേശിച്ചിട്ടുള്ളത് ആദ്യം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ ദുന്ദുകാരിക്ക് മാത്രം വിമാനം വന്നു അത്രേ, മറ്റുള്ളവർക്ക് കിട്ടിയില്ല. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മറ്റുള്ളവർ രാമായണം ഭാഗവതം കേട്ടു, അത് ഉള്ളിലേക്ക് എടുത്തില്ല, അവിടെ കേൾക്കണവരെ കേട്ട് അങ്ങോട്ട് പോവുകയുണ്ടായുള്ളൂ. ഇദ്ദേഹം അങ്ങനെയല്ല, ഈ കേട്ടത് ഉള്ളിലേക്കെടുത്ത് മനനം ചെയ്തു, രാത്രി മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് അത് ഉള്ളിൽ മുഴുവൻ പരിശുദ്ധമാക്കി, അതുകൊണ്ട് വിമാനം അദ്ദേഹത്തിന് വന്നു എന്ന് പറഞ്ഞു. അതാണ് പഠിക്കാനുള്ളതായ ആ മാർഗം ഗോപികളുടെ അടുക്ക ഭഗവാൻ പറഞ്ഞു കൊടുക്കണത്. ആ കൂട്ടത്തിൽ പറഞ്ഞ തത്വങ്ങൾ, ഭർതൃശുശ്രൂഷ എന്നുള്ളതായ ധർമ്മം, അത് പ്രത്യേകം പറയുന്നു. അതേമാതിരി വേറെ ഒരു ഭാഗം കൂടി അതിൽ വിട്ടുപോയി. 3ാമത് പറഞ്ഞിട്ടുള്ളത് ആത്മജ്ഞാനികൾ അല്ലാത്തവർക്ക് പേര് നിഷ്കൃതി, കൃതജ്ഞേ നാസ്തി നിഷ്കൃതി. രാമായണത്തിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ്.
അതായത് കൃതജ്ഞത എന്നുള്ളവരാണ്. അങ്ങോട്ട് ഉപകാരം ചെയ്താലും മറന്നു പോയിട്ടുള്ളവരുണ്ടല്ലോ, അതിന് പ്രത്യുപകാരം ചെയ്യാത്തവർ, അവർ കൃതജ്ഞരാണ്. അവർക്ക് രക്ഷയില്ല, അവർക്ക് അവർ ചെയ്ത പാപത്തിൽ നിന്ന് മോചനമില്ല എന്ന് അവിടെ സൂചിപ്പിച്ചു. നമുക്ക് ആ തത്വം കൂടി പറയുകയാണ്. കൃതേച പ്രതികർത്തവ്യം, ചെയ്തതിനുപകാരം. സാമാന്യമായിട്ടുള്ള ധർമ്മമാണെങ്കിലും ഇതൊക്കെ തന്നെ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിൽ നിന്ന് ഒരു തത്വം ഞാനിതിങ്ങനെ നോക്കുക. നമുക്കെല്ലാം ഭാഗവതം ഉപദേശിച്ച് തരണത്, പ്രത്യേകിച്ച് രാസലീല ഉപദേശിച്ച് തരണ ഏറ്റവും പ്രധാനം ഏകാഗ്രത, മനസ്സിനെ ഒരേ ഭാഗത്ത് പിടിച്ചു നിർത്താനുള്ളതായ കഴിവ്. ഈ വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിലേക്ക് പോവാത്ത, ഐശ്വര്യമില്ലാത്ത, വെറും പശുക്കളെ മേച്ച് നടന്ന, അല്ലെങ്കിൽ പശുക്കളെ കറന്ന, വീട്ടിലെ കുട്ടികളെ ഉറക്കി ചാണകം കൊണ്ട് തൊഴുത്ത് മെഴുകി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ ഈ കൂട്ടർക്ക് ഭഗവാനെ എങ്ങനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചു? എങ്ങനെ സാധിച്ചു? മനസ്സിലെങ്ങനെ ഉറച്ചു? ഏകാഗ്രത എന്നുള്ളത് അത് തന്നെയാണ് രാസലീലയിൽ നമുക്ക് പറഞ്ഞു തരണം. അത് കണ്ണൻ അനുഗ്രഹിച്ച് നമുക്ക് തരണം. ആ കണ്ണൻ്റെ അടുക്കുള്ളത് ഏകാഗ്രത. മനസ്സവിടെ നിൽക്കണില്ല. ഞാനേ എത്രയോ നോക്കിയിട്ടോ നാരായണനാമം ജപിക്കാറാവുമ്പോൾ മനസ്സെവിടേക്കോ പോണു. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും കളികൾ കാണാനോ സിനിമയോ നാടകമോ അവിടെ നിൽക്കണില്ലേ? അത് പിന്നെ നിൽക്കണ്ട. പിന്നെയല്ല, ഇത് ഉറച്ചു നിൽക്കണം. അതെങ്ങനെയാ നിൽക്കുക? ഇതാ കണ്ടുവോ, ഈ ശബരിയോ ഗോപികളോ ഇവരാരെങ്കിലും നിന്ന് ധ്യാനം ആദ്യം പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളില്ലല്ലോ. അവർക്ക് മനസ്സിൽ ഉറച്ചു നിന്നില്ലേ? നന്ദനന്ദനെ നേരിട്ട് കാണാനായിട്ട് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുവന്നില്ലേ? ശബരിക്ക് സാധിച്ചില്ലേ? നമുക്കെന്തുകൊണ്ട് സാധിച്ചില്ല? സാധിക്കും. ആ മനസ്സിനെ ഏകാഗ്രത കിട്ടാൻ അതേ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, വീണ്ടും വീണ്ടും ചിന്തിക്കുക. വിട്ടുപോയാലും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ചിന്തിച്ച് തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെയ്താൽ, അതിന് നിയമം മാത്രം ഇരുന്ന് യമനയമാതി അഷ്ടാംഗ യോഗത്തിന് നമ്മളെ മാതിരി സംസാരികൾക്ക് ഇത് എങ്ങനെയാണ് സാധിക്കുക? സാധിക്കും. 4 നാമം രാത്രി ഞാൻ മനസ്സ് നിർത്തിയേ ചെയ്യുള്ളൂ. നാമം ജപിക്കാൻ തുടങ്ങി, എണ്ണാൻ തുടങ്ങി. 4 എണ്ണം എണ്ണുമ്പോഴേക്കും മനസ്സിലായി പോയി. ആ ഓർമ്മ വരുമ്പോൾ ആദ്യം തിരിച്ചു വരിക, ആദ്യം എണ്ണാൻ തുടങ്ങുക. നാരായണ 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 നാരായണ. വീണ്ടും ഏകാഗ്രതയ്ക്ക് ഗോപികൾ പഠിപ്പിക്കണു രാസലീലയിൽ. അതേമാതിരി ശബരി ഭക്തകോടികൾ പഠിപ്പിക്കണു. അവർക്ക് ആനന്ദം ഭഗവാൻ കൂടെ വന്നില്ലേ? ഭഗവാൻ എങ്ങനെയെല്ലാമാണ് ആനന്ദം അനുഭവിക്കേണ്ടത്? അവിടത്തെ അനുഭവിക്കാൻ കണ്ണുകൊണ്ട് ഭഗവാനെ ദർശിച്ച് നോക്കുന്നവര്, ആ തൃക്കൈയെടുത്ത് മടിയിൽ വെക്കുന്നവര്, തൃപ്പാദമെടുത്ത് മടിയിൽ വെക്കുന്നവര് ഭഗവാനും തീർച്ചയാക്കി ഇത്രയധികം പണിപ്പെട്ട് മനസ്സും ശരീരവും ഏകാഗ്രതയായി എനിക്ക് സമർപ്പിച്ചിട്ടുള്ള ഇവരെ എല്ലാം വേണ്ടതുമാതിരി അനുഗ്രഹിച്ചില്ലെങ്കിൽ വേറെ എപ്പോഴാണ് സാധിക്കേണ്ടാവുക? അവിടെ നിന്ന് കൊടുത്തു. കൂടെ കളിക്കാനായിട്ട് ഒരു ഗോപി, ഒരു കണ്ണൻ, ഒരു ഗോപി, ഒരു കണ്ണൻ, അങ്ങനെ നിന്നിട്ടുള്ളതായ വൃത്തത്തില്. അതേമാതിരി ഓരോരുത്തർക്കും ഓരോരു ഗോപിക്കും കണ്ണനായിട്ട് ആകാശത്തുള്ളതായ ഗന്ധർവന്മാരോ അതേമാതിരി ദേവന്മാർ വരെ അവരുടെ പാട്ട് തുടങ്ങിയിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങനെ നോക്കി സ്തബ്ധരായിട്ട് നോക്കണു. പുഷ്പവൃക്ഷങ്ങൾ വേണ്ടതുമാതിരി ചൊരിയണു, ആനന്ദം അനുഭവിപ്പിക്കുകയാണ്. അതിലുള്ളതായ നില. ഇതെല്ലാം കഴിഞ്ഞ് ജലക്രീഡ. ഈ ആനന്ദത്തിന് അതിർത്തിയുണ്ടോ? ശിശുക ബ്രഹ്മർഷി കേട്ടു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഒരു സംശയം. ഇത്ര ധർമ്മസ്ഥാപനത്തിന് വന്നിട്ടുള്ളതായ കണ്ണൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ചെയ്യണത് ഈ സ്ത്രീകള്, പരസ്ത്രീകള്, മറ്റൊരുടെ ഭർത്താവ്, അതേമാതിരി ഉള്ളത് രാമായണത്തിൽ പറയണു. ഇത് തന്നെ വേണ്ടതുമാതിരി ഉള്ളതായ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളതായ സുഹൃതത്തിന് ദോഷം എന്ന് പറയണമല്ലോ. ഇതെങ്ങനെയാ ചോദിച്ചു. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം കേട്ട് ശീശുക ബ്രഹ്മർഷി ആദ്യം മൂക്കിൽ വിരൽ വെച്ചു. ഇത്രയൊക്കെ കേട്ടിട്ട് ഇപ്പോഴും സംശയമുണ്ടോ? സാക്ഷാത് പ്രഭു സർവാന്തര്യാമി എല്ലാ ദിക്കിലും അറിയണത് ഈ ഗോപികളുടെ ഉള്ളിലും ആ പ്രഭുവല്ലേ? അങ്ങനെയുള്ളതായിരിക്കുന്ന അവർക്ക് അദ്ദേഹം അവരെടുക്കുന്ന ഒരു പ്രത്യേകമായ സന്തോഷം ലഭിക്കാനുണ്ടോ? ഇല്ല. മാത്രമല്ല ഇനി എത്രയെല്ലാം തത്വങ്ങളുണ്ട് അവരെ അനുഗ്രഹിക്കാൻ. നമ്മളെ ആശ്രയിച്ചിരിക്കണു. സർവേഷ് ഭക്തി ശ്രദ്ധയായി സകലതും ഉപേക്ഷിച്ച് സേവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ ഗോപികളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ വേറെയാണ് അനുഗ്രഹിക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ലീല. അദ്ദേഹത്തിന് ഇതിൽ നിന്നൊന്നും ലഭിക്കാനില്ല. 2, ഗോപന്മാര്
അവരുടെ ഭാര്യമാർ പോയിട്ടുണ്ട്, സഹോദരികൾ പോയിട്ടുണ്ട്, അവരെ പറ്റി ഇല്ല ആ ചിന്ത, അവരറിഞ്ഞില്ല അത്രേ. പിറ്റേ ദിവസം ഇവർ പോയപ്പോൾ ഇവർ യമുനാതീരത്തേക്ക് പോയി എന്നോ നമ്മളെ വിട്ടുപോയി എന്നോ അവരറിയ പോലും ചെയ്തില്ല. ഇതിലധികം വേറെ എന്തു വേണം? ഇതുമാതിരി എത്രയുണ്ട്? ഏറ്റവും പ്രധാനമായിട്ടൊന്ന് പറയട്ടെ, മഹാന്മാർ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന കൃത്യങ്ങളിൽ ന്യൂനത കാണാനുണ്ടല്ലോ. ഗുരുനാഥനൊന്ന് പറയാറുണ്ട്, ശങ്കരാചാര്യസ്വാമികൾ പോവുമായിരുന്നു അത്ര ഒരു വഴിക്ക്, പിന്നാലെ ആരോ ഇദ്ദേഹം എന്തൊക്കെയാ ചെയ്യണോ, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെ ഇരിക്കും നോക്കി അത് കണ്ടു അത്ര ആചാര്യസ്വാമികൾ. പോണ വഴിക്ക് ഒരു മദ്യശാല കണ്ടു, കള്ള് ഷാപ്പ്. അവിടെ ചെന്നു, കൈ നീട്ടി ഒരു ഗ്ലാസ് വാങ്ങി പാനം ചെയ്തു. പിന്നാലെ ഉള്ളവർ പറഞ്ഞു, കണ്ടില്ലേ ഇദ്ദേഹമാണ് ആചാര്യൻ. ഭഗവാൻ അത് തീർച്ചയാക്കി തന്നെയാണ്. കുറച്ചും കൂടി ചെന്നു, ഇരുമ്പ് ഉരുക്കണ ആലയുണ്ട്, അവിടെയും കൈ നീട്ടി നല്ല ഉരുക്കി തളച്ചിട്ടുള്ളത് അതും വാങ്ങി ഒരു ഗ്ലാസ് കുടിച്ചു. പിന്നാലെയുള്ളവർ അപ്പോഴാണ് അത്ഭുതപ്പെട്ടത്. ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, മഹാരാജാവ് ആചാര്യന്മാർ ഉപദേശിക്കുന്നതായ കൃത്യത്തിൽ ഇതേതെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും എന്തും ചെയ്യാൻ സാധിക്കും. സാക്ഷാത് ശ്രീപരമേശ്വരൻ അവിടെ വിഷമുണ്ടായപ്പോൾ കൈ നീട്ടി എല്ലാവരെയും രക്ഷിക്കാൻ കഴിച്ചു, ബാക്കി ആർക്കെങ്കിലും സാധിച്ചോ? ഇങ്ങനെ മഹാന്മാരുടെ ചരിത്രം, ഭഗവാന്റെ രാസലീല ചിന്തിക്കുക. എല്ലാവരും ആ ആനന്ദം അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഥ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അവർക്ക് മറ്റുള്ളതായ തെറ്റായിട്ട് വഴിക്കോ കാമലീലയ്ക്കോ തോന്നാതെ ഭഗവാന്റെ അടുക്കൽ ഭക്തി ഉണ്ടാവട്ടെ. അതിൻ്റെ ഫലശ്രുതിയായി വർണ്ണിക്കുന്നു. ഈ വാക്കുകൾ അമ്പാടി കണ്ണൻ്റെ സന്നിധാനത്തിൽ, ഭക്തകോടികളുടെ സന്നിധാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണ 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 നാരായണ.